നമസ്കാരം ശ്രീ പി രാജീവ് ടു ചാറ്റ് വിത്ത് ഭക്തൻ. ചാറ്റ് വിത്ത് ഭക്തൻ എന്ന എൻ്റെ പോഡ്കാസ്റ്റിലേക്ക് വന്നതിൽ സന്തോഷം. താങ്കളുടെ ധാരാളം ഇൻ്റർവ്യൂകളും പോഡ്കാസ്റ്റുകളും ഒക്കെ ഞാൻ യൂട്യൂബിലും മറ്റുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലതൊക്കെ കണ്ടിട്ട് ഞാൻ തന്നെ ഭയങ്കരധികം ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു നോർത്ത് ഇന്ത്യൻ ആളുമായിട്ടൊരു പോഡ്കാസ്റ്റ് ചെയ്തിരുന്നില്ലേ, ഒരു ഇംഗ്ലീഷിലുള്ളത്. ആരായിരുന്നു പേര് ഞാൻ മറന്നുപോയി. അത് കണ്ടിട്ടില്ല. അത് ബാംഗ്ലൂരുള്ള ഒരാളുമായിട്ട്. ദാറ്റ് വാസ് റിയലി നൈസ്. അത് കേരളത്തെ പറ്റി കുറേ കാര്യങ്ങൾ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചു. അപ്പം നമുക്ക് ആദ്യം തന്നെ എനിക്ക് ചോദിക്കേണ്ടത്, താങ്കളുടെ വിദ്യാഭ്യാസ യോഗ്യത കണ്ടിട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അതായത് മൂന്ന് വ്യത്യസ്ത മേഖലകളുള്ള ആൾ. ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ്, പിന്നെ അതിനുശേഷം BA എക്കണോമിക്സ്, അതിനുശേഷം LLB. അപ്പോൾ ഇത് മൂന്ന് മേഖലയാണ്. എങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചത്? ഇപ്പം എല്ലാം ഇന്റർ ഡിസിപ്ലിനറി ആണല്ലോ. ഒരു മേഖലയ്ക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ എക്കണോമിക്സും ലോയും പുതിയ കോമ്പിനേഷൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെയാണ്, അന്ന് എക്കണോമിക്സ്, പിന്നെ ലോ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ലോ. ഇപ്പോൾ BSc എഞ്ചിനീയറിംഗ് ലോ ഉണ്ട്, BSc കമ്പ്യൂട്ടർ സയൻസ് ലോ ഉണ്ട്. അപ്പോൾ ഇത് പുതിയ കോമ്പിനേഷനാണ്. നമ്മളത് മുമ്പേ സഞ്ചരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അന്നത്തെ കാലഘട്ടത്തിൽ ആദ്യം പോളിയിൽ വന്നു, പിന്നെ അത് കഴിഞ്ഞ് ഈ വഴിയൊന്നും തിരിഞ്ഞു പോയി. എക്കണോമിക്സ് പഠിച്ചു, പിന്നെ ലോ പഠിച്ചു. അപ്പോൾ അതെല്ലാം ഇപ്പോൾ സഹായകരമാണ്. എല്ലാ മേഖലയിലും നമുക്ക് ഇടപെടുന്നതിനുള്ള ഒരു അടിസ്ഥാന ധാരണകൾ ഉണ്ടാക്കുന്നതിന് ആ പഠനം സഹായകരമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ആദ്യം കെമിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തത്? അന്ന് എഞ്ചിനീയറിംഗ് സ്കൂളിലല്ല രീതിയിലായിരുന്നു. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി കഴിഞ്ഞു. അപ്പോൾ പിന്നെ എൻട്രൻസ് ഒന്നും എഴുതാൻ പോയില്ല. അപ്പോൾ പിന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗിലേക്കാണ് നേരെ വന്നത്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ മറ്റ് ജോലിക്ക് കുറച്ച് HIL ഇത് കഴിഞ്ഞിട്ട് കയറി. അപ്പോഴാണ് പിന്നെ എക്കണോമിക്സ് പഠിക്കാൻ തീരുമാനിച്ചത്. ഓക്കെ. അപ്പോൾ ആ വഴിയിലേക്ക് തിരിഞ്ഞു. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ ഡിപ്ലോമ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് വന്നോ? അതെ, അന്ന് ഞാൻ സ്റ്റേറ്റ് പോളി യൂണിയൻ ഭാരവാഹിയായിരുന്നു. ഓക്കെ. അപ്പോൾ ആ സമയത്ത് SFI എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം തിരഞ്ഞെടുക്കാൻ എന്തായിരുന്നു കാരണം? അന്നത്തെ കാലം വലിയ പ്രക്ഷോഭങ്ങളുടെ കാലം. ഞങ്ങൾ പോളിയിൽ വരുമ്പോഴാണ് പോളിടെക്നിക് സമരം നടക്കുന്നത്. അന്ന് എല്ലാ വിദ്യാർത്ഥികളും മിക്കവാറും 100% അതിനൊപ്പമായിരുന്നു. ഓക്കെ. അത് അന്ന് KSU എന്ന സമരത്തിന് എതിരായിരുന്നു. അതോടുകൂടി മിക്കവാറും പോളിടെക്നിക്കിൽ KSU യൂണിറ്റ് തന്നെ ഇല്ലാതായി. ഓക്കെ. SFI മാത്രമായി മാറുന്നൊരു കാലമാണ്. പിന്നെ ഒരു പരിസരവും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെതാണ്. ഓക്കെ. കുറേ കൂടി നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് എന്ന നിലയിൽ അതിന് ആ വഴി തന്നെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഓക്കെ. അതിനുശേഷം പിന്നീട് നിയമം പഠിക്കുന്നതിന് വേണ്ടി പോയി. അപ്പോൾ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു മോഹം ചെറുപ്പം മുതൽ ഉണ്ടായിരുന്നോ, അതോ ഈ പഠനത്തിനിടയ്ക്ക് വന്നതാണോ? ഇല്ല, പഠനത്തിനിടയിൽ നമ്മുടെ ഒരു ചിന്തകളുടെ ഒരു കാലം അതാണല്ലോ. ഓക്കെ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം നിർണ്ണയിക്കുന്ന രാഷ്ട്രീയമാണ്. നമ്മൾ എന്ത് പഠിക്കണം, എന്ത് ചെയ്യണം, ഏത് രൂപത്തിൽ പ്രവർത്തിക്കണം. ഓക്കെ. ഇപ്പോൾ പാർലമെൻറ്റിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു MP രസകരമായൊരു ചർച്ചയുണ്ടായിരുന്നു. ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ഇരിക്കുന്നു, ക്രിക്കറ്റ് എല്ലാം കഴിഞ്ഞു, ഇപ്പോൾ പാർലമെൻറ്റ് രാഷ്ട്രീയത്തിലേക്ക് വന്നു. ഓക്കെ. പിന്നെ അടുത്ത ആളെ കാണിച്ചത് ജാവേദ് അക്തർ ഇരിക്കുന്നു, ഷബനാസ്മി ഇരിക്കുന്നു. ഇവരെല്ലാം പിന്നെ രാഷ്ട്രീയത്തിന് വഴി തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒരു നമുക്ക് നാടിന് മാറ്റിത്തീർക്കാൻ കഴിയുന്ന പ്രവർത്തനം പൊളിറ്റിക്സാണ് എപ്പോഴും. സമൂഹത്തെ മാറ്റിത്തീർക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനം എന്നുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഇടപെടാൻ കഴിയും എന്നുള്ള ആ ധാരണയിലൂടെയാണ് ഈ വഴി നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ശരി. അപ്പോൾ അന്ന് ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു മന്ത്രിയൊക്കെ ആകുമെന്നൊക്കെയുള്ള ഒരു ഇതുണ്ടായിരുന്നോ? അങ്ങനെയില്ല. വിദ്യാർത്ഥി സംഘടന ജീവിതം നമ്മളങ്ങ് ഇറങ്ങല്ലേ. നമ്മൾ വിദ്യാർത്ഥി കാലം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെല്ലാം അതിനകത്ത് ജീവിക്കുകയാണ്. ശരി. ആ കാലം വളരെ ഏറ്റവും സാധാരണ ആണിയായിട്ട് തുടങ്ങി ജീവിതത്തിനിടയിൽ ഏറ്റവും ആവേശകരമായ അല്ലെങ്കിൽ ഏറ്റവും സജീവമായ കാലം, ഇപ്പോഴും ഓർമ്മയിൽ ഏറ്റവും കത്തി നിൽക്കുന്ന കാലം തന്നെയായിരിക്കും. നമ്മുടെ ബന്ധങ്ങൾ, ലോകത്തിന് എവിടെ പോയാലും നമുക്കൊരു വിദ്യാർത്ഥി കാല പ്രവർത്തകനെ കണ്ടെത്താൻ കഴിയും. ഓക്കെ. ചിലപ്പോൾ ഇപ്പോൾ ഒരിക്കൽ നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ താഴെപ്പുറ UN പ്രസംഗിക്കാൻ പോയി. അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അപ്പോൾ ഒരു വിളി കേട്ടു, സഹാവേദം. അപ്പോൾ കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിരുന്ന ഒരാൾ അവിടെ വരികയുണ്ടായി. ആഫ്രിക്കയിൽ പോയപ്പോഴും കംപ്ലീറ്റ് ഞങ്ങൾ കാണുന്നത് അവിടുത്തെ നമ്മുടെ കൂടെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ പലരെയും കാണുകയുണ്ടായി. ലോകത്തെവിടെയും പോയവരുമായി നമുക്ക് ബന്ധപ്പെടാവുന്നൊരു അസാധാരണ സൗഹൃദം നൽകിയ കാലമാണ് വിദ്യാർത്ഥി ജീവിതം എന്നുള്ളത്. നമ്മൾ രൂപപ്പെടുത്തുന്നതിലും ഒരു പ്രധാനപ്പെട്ട പങ്ക് ആ കാലം വഹിക്കുന്നുണ്ട്. ഓക്കെ. ചരിത്രവും സംസ്കാരവും എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു പുസ്തകം എഴുതാനുള്ള ഒരു ഭരണഘടനയുടെ ചരിത്രമാണ്. ഭരണഘടന ചരിത്രവും സംസ്കാരവും മലയാളത്തിലും ഇംഗ്ലീഷിലും വന്നിട്ടുണ്ട്. ഇംഗ്ലീഷിൽ വി ദ പീപ്പിൾ അൻ ഇൻട്രൊഡക്ഷൻ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിബേറ്റ് എന്ന് പറഞ്ഞ് ഡൽഹി ആകാർ പുസ്തകപ്പെടുത്തിയിട്ടുണ്ട്.
പിന്നെ ഇപ്പോൾ ഹിന്ദു പ്രസിദ്ധപ്പെടുത്തിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിബേറ്റ്സിൽ അതിൽ നിന്ന് ഒരു അപ്ഡേറ്റഡ് വെർഷൻ ഹിന്ദുവിൻ്റെ ഈ ബുക്കിനകത്ത് ഇപ്പോൾ ഈ ഒരു മാസത്തിനുള്ളിൽ വന്ന ഈ ബുക്കിൽ അത് വന്നിട്ടുണ്ട്. അത് ഭരണഘടനയെക്കുറിച്ചുള്ള ഒരു പഠനം പ്രധാനമായിട്ടും നിയമം പഠിച്ചതോടൊപ്പം രാജ്യസഭയിൽ പ്രവർത്തിച്ച കാലഘട്ടത്തിൽ ഭരണഘടനാ അസംബ്ലി ഡിബേറ്റ്സ് മിക്കവാറും നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ കഴിഞ്ഞു. അവിടെ എല്ലാം ലഭ്യമാണ്, സമയമുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഭരണഘടന കുറച്ചുകൂടി പ്രസക്തമാണ്. എങ്ങനെയാണ് ഭരണഘടനയുടെ ഓരോ ആർട്ടിക്കിളുകളും അതിലേക്ക് എത്തിയത്, അതിൻ്റെ ചർച്ച എന്താണ്, അതിൻ്റെ ഒരു കൾച്ചർ എന്തായിരുന്നു, എങ്ങനെയാണ് ഈ മതനിരപേക്ഷം അല്ലെങ്കിൽ സെക്യുലർ ആ കോൺസെപ്റ്റ് എങ്ങനെ ഇവോൾവ് ചെയ്തു വന്നു, ഡെമോക്രാറ്റിക് കോൺസെപ്റ്റ് എങ്ങനെ ഇവോൾവ് ചെയ്തു വന്നു, പാർലമെൻ്ററി ഡെമോക്രസി എങ്ങനെ ഇവോൾവ് ചെയ്തു വന്നു, അതുപോലെ വിശ്വസിക്കാനുള്ള ഓരോരുത്തരുടെയും മതസ്വാതന്ത്ര്യം, അതങ്ങനെ ഓരോന്നും അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം നമുക്ക് ശരിക്കും മനസ്സിലാകണമെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിബേറ്റ്സ് പ്രധാനപ്പെട്ടതാണ്. എന്തായിരുന്നു ലെജിസ്ലേറ്റീവ് ഇൻറ്റൻറ്റ്, എന്തായിരുന്നു ഓരോ ആർട്ടിക്കിളിൽ. അപ്പോൾ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തർ പണ്ട് ഭരണഘടന വക്കീലന്മാർക്ക് ഇവർക്കൊക്കെ ഉള്ളതാണ്. ഇന്ന് ഓരോ പൗരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ അത് കുറച്ച് ലളിതമായി അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ ഭരണഘടന ചരിത്രവും സംസ്കാരവും എന്ന ചെറിയ പുസ്തകം. താങ്കളുടെ ഒരു മേഖലയും താങ്കളിപ്പോൾ മന്ത്രിയായിരിക്കുന്നതും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയും കൂടെ ആണല്ലോ. വ്യവസായവും നിയമവും എല്ലാം കൂടെ ചേർന്നൊരു മേഖലയാണല്ലോ. അപ്പോൾ ഇത് ചോദിച്ചു വാങ്ങിച്ചതാണോ അതോ ഇത് താങ്കളെ ഏൽപ്പിച്ചതാണോ? അല്ല, അത് നമ്മൾ തിരഞ്ഞെടുക്കുക വന്നുവിടുന്നതാണല്ലോ. മാർക്സിന്റെ മനോഹരമായ ഒരു വാചകമുണ്ട്, മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ അത് തിരഞ്ഞെടുക്കുന്ന സാഹചര്യങ്ങളിലല്ല, വന്നുവിടുന്ന സാഹചര്യങ്ങളിലാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഇന്ന സ്ഥലത്ത് നമ്മൾ ജനിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മളുടെ സ്ഥലത്ത് ജനിക്കുന്നു. ആ കാലഘട്ടത്തിൻ്റെ അവസ്ഥകൾ, സാമ്പത്തിക അവസ്ഥ, രാഷ്ട്രീയ അവസ്ഥ, സാമൂഹിക അവസ്ഥ നമുക്ക് ഇടപെടാം. പക്ഷെ നമ്മളായിട്ടല്ല അത് നിർണ്ണയിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല. അപ്പം നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ചും ഞങ്ങളെപ്പോലുള്ള ആളുകൾ പ്രവർത്തിക്കുന്ന പാർട്ടി ഓരോ ഘട്ടത്തിലും ഓരോ ചുമതലകൾ ഏൽപ്പിക്കും. അപ്പോൾ ഇന്നിപ്പോൾ രാജ്യസഭ മെമ്പറായി പ്രവർത്തിക്കുന്നു, അപ്പോൾ നമ്മൾ ആ ചുമതലയിലേക്ക് മാറുന്നു. ഇപ്പോൾ മന്ത്രിയായി പ്രവർത്തിക്കുന്നു, ആ ചുമതലയിലേക്ക് മാറുന്നു. അല്ലെങ്കിൽ പത്രത്തിൻ്റെ ചുമതലയാണെങ്കിൽ അതിലേക്ക് മാറുക. അതുപോലെ വേറെ മറ്റൊന്ന് ആണെങ്കിൽ പാർട്ടി സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, ആ ചുമതലയിലേക്ക് പൂർണ്ണമായിട്ട് മാറുക. മന്ത്രിയായി തിരഞ്ഞെടുക്കുമ്പോൾ നിശ്ചയിക്കുമ്പോഴും വകുപ്പുകൾ മുഖ്യമന്ത്രിയാണ് തിരഞ്ഞെടുക്കുക സാധാരണഗതിയിൽ. പക്ഷെ ചർച്ചകളിലൂടെ ആയിരിക്കും, നമ്മളല്ല നിശ്ചയിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട വകുപ്പുകൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഒരു വകുപ്പിന് പല മന്ത്രിമാർ വേണ്ടി, ചില വകുപ്പിന് മന്ത്രിമാരില്ലാതായി വരും. ഇപ്പോൾ നിങ്ങളൊരു മന്ത്രി, ഞാനൊരു മന്ത്രിയും തരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വകുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട വകുപ്പും തന്നെ തരാണെങ്കിൽ നമുക്ക് ഒരു വകുപ്പിന് നമ്മൾ രണ്ടുപേരും മന്ത്രിമാരായി ചിലപ്പോൾ തോന്നുന്നു. അപ്പോൾ ചില വകുപ്പ് ഇഷ്ടപ്പെടാൻ ആരില്ലെങ്കിൽ ആരും ഇല്ലാതായി പോകും. അപ്പോൾ അതെല്ലാം എല്ലാ ഘടകങ്ങളും കണക്കിലെടുത്ത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് വകുപ്പുകളെ സംബന്ധിച്ചുള്ള സാധാരണ നിർണ്ണയിക്കുന്നത്. അപ്പോൾ വ്യവസായവും നിയമവുമാണ് പ്രധാനമായിട്ടും കയർ വകുപ്പാണ് എന്നെ ചുമതലപ്പെടുന്നത്. അപ്പോൾ അതിലേക്ക് പൂർണ്ണമായിട്ടും സമർപ്പിക്കുക, അതാണ് 5 വർഷത്തെ ഉത്തരവാദിത്വം എന്നുള്ളത്. രാജ്യസഭാംഗമായിട്ട് പ്രവർത്തിച്ചത് ഇപ്പോൾ മന്ത്രി ആയപ്പോഴത്തേക്കിനും ഏതൊക്കെ തരത്തിൽ സഹായിച്ചിട്ടുണ്ട്? അത് വളരെ നല്ല അനുഭവമാണ്. രാജ്യസഭാ മെമ്പർ എന്നുള്ളതാണ് ഏറ്റവും ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു പ്രധാന ഘടകം. നമ്മൾ പൂർണ്ണമായിട്ടും നമുക്ക് അംഗീകാരം കിട്ടുന്ന ഒരു കാലമാണത്. കാര്യങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക, ഇടപെടുക. അപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്കൽ ഇതിൻ്റെ ഒരു ഇതില്ലാതെ തന്നെ, അവരുടെ കാഴ്ചപ്പാടില്ലാതെ തന്നെ എല്ലാവരും പാർട്ടി പൊളിറ്റിക്സിൻ്റെ കാഴ്ചപ്പാടില്ലാതെ തന്നെ നമുക്ക് അംഗീകാരം കിട്ടും. കണ്ടൻറ്റാണ് അവിടെ പ്രധാനം. ഇവിടെയൊക്കെ നമ്മൾ ഈ പാർലമെൻറ്റ് അങ്ങനെയൊക്കെ ആയി തുടങ്ങി. എന്തെങ്കിലും 2-3 പഞ്ചവാചകങ്ങൾ പറഞ്ഞാൽ മതി. അവിടെ നമ്മൾ കണ്ടൻറ്റാണ് പ്രധാനമായിട്ട് വരിക. നമ്മൾ കൃത്യമായിട്ട് ഇടപെടുന്നുണ്ടോ. അപ്പോൾ എനിക്ക് അതുപോലെ നമ്മൾ വളരെ ദൂരെ നിന്ന് കണ്ട ഏറെ ആദരവുള്ള വലിയ നേതൃത്വം, ഗോപുരത്തിൻ്റെ ഔന്നത്യം എന്നൊക്കെ പറയുന്ന പാർലമെൻ്ററിയൻസ് എല്ലാ പാർട്ടിയിലും പെട്ടു, അവർക്കൊപ്പമാണല്ലോ നമ്മൾ പ്രവർത്തിക്കുന്നത്. അതൊരു വലിയ ലേണിംഗ് എക്സ്പീരിയൻസാണ്. അപ്പോൾ അതിൽ നിന്ന് പഠിക്കാൻ നമുക്ക് കഴിയും. നമ്മൾ ഇടപെടുന്നു, പിന്നെ അവർ നമ്മളിലേക്ക് വരുന്നു, കാര്യം നിങ്ങളെങ്ങനെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, അരുൺ ജെയ്റ്റ്ലി ഇങ്ങനെ നടന്നിട്ട് നമ്മുടെ അടുത്ത് നിന്നിട്ട്, അല്ല നിങ്ങൾ ആ റെസൊല്യൂഷൻ കൊടുത്തല്ലോ, ഏത് ചട്ടം വെച്ചിട്ടാണ് കൊടുത്തത്. പക്ഷെ അപ്പോൾ അത് നമുക്ക് വലിയൊരു അനുഭവമാണല്ലോ. കാരണം അവരെ പോലുള്ള ആളുകൾ, അവർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ അരുൺ ജെയ്റ്റ്ലി ഉണ്ട്, അരുൺ ഷൂരി ഉണ്ട്, സീതാറാം ഉണ്ട്, ഗുലാം നബി ആസാദ്, ഇങ്ങനെ കുറേ പ്രഗത്ഭരായ ആളുകൾ ആ ഘട്ടത്തിലുണ്ട്. രാംജത്ത് മാലിനി ഉണ്ട്. അപ്പോൾ അവരിൽ നിന്നെല്ലാം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. നല്ല അംഗീകാരം കിട്ടി. തിരിച്ചു വരുമ്പോൾ എല്ലാവരും ആ സ്നേഹബന്ധം, അതുപോലെ അന്നുണ്ടാക്കിയ ബന്ധങ്ങൾ പ്രധാനമാണ്. ഇപ്പോൾ പല മന്ത്രിമാരും അത് പരസ്യമായി തന്നെ നമ്മളെ അംഗീകരിക്കുന്നതിനും
ഒരാളെ കാണണമെന്ന് വിചാരിച്ചാൽ തന്നെ പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതിനെല്ലാം നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും അത് സഹായകരമാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ രാഷ്ട്രീയത്തിൽ നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ്സിലാണെങ്കിലും LDFിലാണെങ്കിലും ഒക്കെ യുവാക്കൾ കൂടുതലായിട്ട് കേന്ദ്രത്തിലാണ് ആരംഭ സമയത്ത് പോകുന്നതായിട്ട് തോന്നുന്നു. ഇപ്പോൾ പല ആൾക്കാരും, നമുക്ക് അറിയാവുന്ന പല ആൾക്കാരും MP-മാരായിട്ട് നിന്നതിന് ശേഷമാണ് പിന്നീട് കേരള രാഷ്ട്രീയത്തിലേക്ക് സജീവമായി വരുന്നത്. അല്ലാത്തവരും ഉണ്ട് കേട്ടോ. എന്തായിരിക്കും അങ്ങനെ അത്തരത്തിൽ പോകുന്നതിൻ്റെ കാരണം? രാജ്യസഭ അങ്ങനെ പറയാൻ പറ്റില്ല. രാജ്യസഭ നമ്മളിപ്പോൾ എൽഡേഴ്സ് ഹൗസ് എന്ന് പറയാം. അതെ, ഞങ്ങളൊക്കെ ഉള്ളപ്പോൾ ഒരു 65 ഒക്കെയാണ് ആവറേജ് ഏജ് ആ കാലത്ത്. അപ്പോൾ അതിൽ ഞങ്ങളൊക്കെ കുട്ടികളാണ് അവിടെ, ഇപ്പോൾ ബേബിമാരാണ് അന്നത്തെ. പക്ഷെ അത് അന്നൊരു അവസരം, അന്നത്തെ പാർട്ടി ഞങ്ങളെ ചെറുപ്പക്കാരുടെ തന്നെ അന്നത്തെ ചെറുപ്പം ആ ഒരു നിര അന്ന് അയക്കുകയുണ്ട്. ഇപ്പോൾ ഞാനുണ്ടായി, എനിക്ക് ശേഷം ബാലഗോപാൽ വന്നു, സീമ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം തന്നെ ഒരു യുവനിര തന്നെ അതിനകത്ത് വന്നിരുന്നു. അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് നമുക്ക്. ഇപ്പോൾ മൊത്തം ഒരു ബ്രോഡറായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, കുറേ കൂടി പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ബന്ധങ്ങൾ സ്ഥാപിക്കാൻ, സൗഹൃദങ്ങൾ നിലനിർത്താൻ, അതുപോലെ എങ്ങനെ ഗവേഷണം റിസർച്ച് ചെയ്ത് പാർലമെൻറ്റിൽ പാർലമെൻറ്റ് പ്രസംഗിക്കാൻ നമുക്ക് എളുപ്പമാണ്. ഇപ്പോൾ നല്ല ഒരു ഒറേറ്റീവ് സ്കില്ലുള്ള ആളാണെങ്കിൽ അത്യാവശ്യം പ്രസംഗം നമുക്കിപ്പോൾ പല രീതിയിലും തയ്യാറാക്കാമല്ലോ. നമ്മൾ തന്നെ റിസർച്ച് ചെയ്യണമെന്നില്ല. ഞങ്ങളുടെ കാലത്ത് ഇപ്പോൾ അതിനേക്കാൾ കുറേ കൂടി മെച്ചപ്പെട്ടു. 4 പ്രസംഗം തരാൻ പറഞ്ഞാൽ ChatGPT അതിന് ഏത് വേണം നമുക്ക് തിരഞ്ഞെടുക്കാം. സൂക്ഷിക്കണം എന്നുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ അപകടത്തിൽ. എന്നാൽ പാർലമെൻറ്റിൽ നമ്മൾ കൃത്യസമയത്ത് ഇടപെടല പ്രധാനം. ചിലപ്പോൾ ഒരു ഇൻ്റർവെൻഷൻസ് അത് ശരിക്കും നമ്മൾ ഇരുന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം അതെല്ലാം നമുക്ക് അങ്ങനെ ചെയ്യാൻ എങ്ങനെ കഴിയും എന്നുള്ളതെല്ലാം ഇപ്പോൾ പ്രവർത്തിക്കുമ്പോൾ അത് വലിയൊരു സഹായം നൽകിയ ഒരു കാലമാണ്. കളമശ്ശേരിയെ പറ്റി പറഞ്ഞാൽ എന്തായിരിക്കും ആദ്യം പറയുന്നത്? കളമശ്ശേരിയെ പറ്റിയും കളമശ്ശേരിയിലെ ജനങ്ങളെക്കുറിച്ചും. കളമശ്ശേരി ഇപ്പോൾ ഒരു എൻ്റെ രാഷ്ട്രീയ പൊതുജീവിതത്തിൽ രൂപപ്പെടുത്തിയ പ്രധാന സ്ഥലമാണ്. ഞാൻ വേറെ ജില്ലയിൽ നിന്നാണ് വരുന്നത്, അവിടെ പഠിക്കാൻ വന്നു. പിന്നെ അവിടുത്തെ ആളുകളുമായി ബന്ധപ്പെട്ടു, അവിടുത്തെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം, പിന്നെ ഒരു എറണാകുളംകാരൻ എന്ന നിലയിലേക്ക് മാറി. അപ്പോഴും കളമശ്ശേരി, പിന്നെ താമസം കളമശ്ശേരിയിലേക്ക് തന്നെ വന്നു. ഇപ്പോൾ അവിടെ സ്ഥിരതാമസമായി. അപ്പോൾ അവിടുത്തെ ജനങ്ങളുമായിട്ട് നല്ല ആത്മബന്ധമുണ്ട്. അത് രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ നല്ല ആത്മബന്ധമുണ്ട്. ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പിന്നെ സ്റ്റേറ്റ് നേതൃത്വത്തിലേക്കൊക്കെ പോകുന്ന ഘട്ടത്തിലാണെങ്കിൽ പോലും അവിടെ ഇപ്പോൾ ഒരാൾ ഉംറയ്ക്ക് പോകണു, അപ്പോൾ അതിനുള്ള പരിപാടിയാണെങ്കിൽ നമ്മളറിയിക്കും, വിവാഹം അറിയിക്കും, മരണം അറിയിക്കും. അപ്പോൾ അവരുടെയൊക്കെ കുടുംബങ്ങളായി, പ്രത്യേകിച്ച് കളമശ്ശേരി മുനിസിപ്പൽ ഏരിയയിലെ കുടുംബങ്ങളുമായിട്ട് തന്നെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ബന്ധം രൂപപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു. പിന്നെ നന്നായി അടികൊണ്ടിട്ടുള്ള സ്ഥലമാണ് സമരം, പോലീസ്, ഇതിൻ്റെ എല്ലാം സ്ഥലമാണ്, സമരാനുഭവങ്ങൾ എല്ലാം രൂപപ്പെടുത്തിയിട്ടുള്ള നല്ല പ്രദേശമാണ് കളമശ്ശേരി എന്നുള്ളത്. നമുക്കിനി രാഷ്ട്രീയത്തിലേക്ക് വരാം. ഇനിയിപ്പോൾ അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ്. പഞ്ചായത്ത് ഇലക്ഷനിൽ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? പഞ്ചായത്ത് ഇലക്ഷൻ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മൾ കൊച്ചിയിലാണല്ലോ ഇരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷൻ ഏറ്റവും മികച്ച കോർപ്പറേഷനിലൊന്നായിരുന്നല്ലോ, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്നു. സംസ്ഥാനതല ഭരണം, അതിൻ്റെ ഭാഗമായി ഇവിടെ തന്നെ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പം എല്ലാം നമ്മളിപ്പോൾ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഇപ്പോൾ ലണ്ടൻ എക്കണോമിസ്റ്റ് വളരെ പ്രസിദ്ധമായ ലോകോത്തര സാമ്പത്തിക ആനുകാലികാണല്ലോ. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടൊരു ക്യാപിറ്റൽ കാഴ്ചപ്പാടുകളാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുക. അപ്പോൾ അവരിപ്പോൾ പ്രത്യേകം പ്രകീർത്തിച്ചിരിക്കുന്ന കേരളത്തിൻ്റെ മാറ്റമാണ്. ലെഫ്റ്റ് പാരഡൈസ് ഇൻ ദ വേൾഡ് എന്നാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ കേരളത്തിൽ നിന്ന് പഠിക്കണം, ലോകത്തിലെ പല ഭാഗങ്ങൾക്കും കേരളത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. നമ്മുടെ അതിദാരിദ്ര്യവൽക്കരണം, ഒപ്പം തന്നെ വ്യവസായ മേഖലയിലും നല്ല മാറ്റങ്ങൾ കാണുന്നു എന്ന് എക്കണോമിസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കുള്ള അംഗീകാരമാണ്. പിന്നെ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്നു. അടിസ്ഥാന പ്രശ്നങ്ങൾ നമ്മൾ അഭിസംബോധന ചെയ്യുന്നു. വീട്, അവർക്കൊരു മിനിമം വരുമാനം, ചികിത്സ, വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല ഒരു മാറ്റം ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. പശ്ചാത്തല സൗകര്യം, സാധാരണ ഇടതുപക്ഷം വരുമ്പോൾ വരാറുള്ളൊരു വിമർശനം, ഇവർ വെൽഫെയറിലൊക്കെ കൊള്ളാം, പക്ഷെ മറ്റു കാര്യങ്ങൾ പോരാന്നായിരുന്നു ഒരു ഉയർന്ന ഇടത്തരം ആളുകൾക്കിടയിൽ വരുന്ന ഒരു വിമർശനം, പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്കും തോന്നും. ഇപ്പം അത് മാറി. ഇപ്പോൾ ലിങ്ക്ഡിൻ്റെ ഒരു അനാലിറ്റിക്കൽ റിപ്പോർട്ട് പോന്നിട്ടുണ്ടല്ലോ, അതിൽ ജനുവരി മുതൽ ജൂലൈ വരെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ്ഡേഷൻ അത് വിലയിരുത്തിക്കൊണ്ട് പറയുന്നത് 40,000 മലയാളികൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കേരളത്തിലെ സ്ഥാപനങ്ങളിലേക്ക് വന്നിരിക്കുന്നുള്ളതാണ്. അമേരിക്ക, യൂറോപ്പ്, ഗൾഫ്, ബാംഗ്ലൂർ. അപ്പോൾ റിട്ടേൺ മൈഗ്രേഷൻ അല്ലെങ്കിൽ റിവേഴ്സ് മൈഗ്രേഷൻ ഈസ് ഹാപ്പനിങ്. നേരത്തെ മൈഗ്രേഷൻ മാത്രമായിരുന്നു, പുറത്തേക്കായിരുന്നു. പുറത്തുനിന്ന് ആളുകൾ തിരിച്ചു വരാൻ തുടങ്ങുന്നു. എല്ലാതരം വലിയ സ്ഥാപനങ്ങൾ, വ്യവസായങ്ങൾ കേരളത്തിലേക്ക് വരുന്നു. നമ്മുടെ ദേശീയപാത വീതി കൂടുന്നു. ദേശീയ ജലപാത
നമുക്കിത്രയും 600-700 കിലോമീറ്ററോളം കോസ്റ്റൽ ഏരിയ ആണല്ലോ. ചിലർ അവിടെ ഇപ്പോൾ വലിയ പ്രതീക്ഷകൾ അവിടെ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. കോവളം മുതൽ പൊന്നാനി വരെയുള്ള ഫസ്റ്റ് സ്റ്റേജ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യും. ദെൻ പൊന്നാനി ടു ബേക്കൽ അത് വരുന്നു. വാട്ടർ മെട്രോ, ഇത് വയനാട് തുരങ്കപാത, വിഴിഞ്ഞം തുറമുഖം, ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ഭാഗമായിട്ടുള്ള വ്യവസായ വളർച്ച, സാമ്പത്തിക മേഖലയിലെ വളർച്ച. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളം നന്നായി മാറിയിട്ടുണ്ട്. അത് ജനങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല മാറ്റം ഉണ്ടാകും, കുറേ കൂടി മുന്നേറാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. അത്രയധികം കോൺഫിഡൻ്റ് ആണ്. അതെ, ആത്മവിശ്വാസമുണ്ട്. എന്നുവെച്ചാൽ ജനങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം പ്രതിഫലിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾ ഇങ്ങനെ തുടർച്ചയായി ഒരു ഭാഗം ഇത്തരം നെഗറ്റിവിറ്റി മാത്രം കൊടുക്കുന്നുണ്ടെങ്കിലും ആളുകൾക്കറിയാം, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവില്ലല്ലോ കഴിഞ്ഞ ഗവൺമെൻറ്റിന്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാന സമയത്ത് എന്തെല്ലാം വിവാദങ്ങൾ, ഇങ്ങനെ ദിവസവും ചർച്ചകൾ തന്നെയായിരുന്നല്ലോ. ജനങ്ങളതൊക്കെ കണ്ടു, ഏറ്റുമുട്ടലുകൾ ആസ്വദിച്ചു, നന്നായി അവരുടെ ചീത്ത ബഹളം ഇതെല്ലാം കണ്ട് ആസ്വദിച്ച ആളുകൾ തന്നെ വോട്ട് ചെയ്യുമ്പോൾ ഗവൺമെൻറ് തന്നെയാണ് വോട്ട് ചെയ്യുന്നത്. അതാണ് അതിനകത്ത് പ്രതിഫലിച്ചത്. അപ്പോൾ താങ്കളുടെ ഒരു മനസ്സിൽ LDF ഇനി വീണ്ടും ഭരണം നേടും എന്നാണ് പറയുന്നത്? അത് കേരളം ആഗ്രഹിക്കുന്നുണ്ട്. അതെ. ഈ കണ്ടിന്യൂറ്റിൻ്റെ ഗുണം എന്താ? ഇപ്പോൾ വ്യവസായ മേഖലയിൽ നമ്മളിപ്പോൾ 1ാം സ്ഥാനത്തായില്ലേ. കഴിഞ്ഞ വർഷം 1ആയി, ഈ വർഷം 1ആയി. ഇപ്പോൾ ഒരു 2 ആഴ്ച മുമ്പാണ് പുതിയ റാങ്കിങ് വന്നത്. അപ്പോൾ ആദ്യം റാങ്കിങ് വന്നപ്പോൾ ഇത് 1ആണോ, വെറുതെ പറയണതാണ്, തട്ടിപ്പാണെന്നൊക്കെ. ഈ റാങ്കിങ്ങിനെ പറ്റി പല വിമർശനങ്ങളും പല ആളുകളും പറയുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ പലരും പറയുന്നുണ്ടല്ലോ. പി രാജീവിൻ്റെ പല നേട്ടങ്ങളും പെരുപ്പിച്ച് കാണിക്കുന്നതൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ കുറേ വിമർശനങ്ങൾ വരുന്നില്ല. അതുകൊണ്ട് മാധ്യമപ്രവർത്തകർ എല്ലാവരും വിളിച്ചല്ലോ. ഓക്കെ, നമുക്ക് ഒന്നിച്ചൊരു യാത്ര പോവാം. നിങ്ങളിപ്പോൾ എല്ലായിടത്തും യാത്ര പോകണ്ടല്ലോ, നമുക്കൊരു യാത്ര പോവാം. ഈ പുതിയതായി തുടങ്ങിയ വ്യവസായങ്ങൾ, സംരംഭങ്ങൾ, പിന്നെ ഇതെല്ലാം നെറ്റിൽ ലഭ്യമാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ഒഫീഷ്യൽ ഡാറ്റകൾ ലഭ്യമാണല്ലോ. 2015 മുതലുള്ള നമ്മുടെ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനാണ് BRIP. അതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ചിലർ ചോദിച്ചു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇപ്പോൾ ഉണ്ടോ? അത് 2015 ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ബ്രാക്കറ്റിലുള്ളൂ, BRIP ആണ്. ഇപ്പോഴത് തന്നെയാണ്, അതിൻ്റെ മാനദണ്ഡം അത് തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പായിരുന്നല്ലോ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തി. നമ്മളാണല്ലോ ഫാസ്റ്റ് മൂവേഴ്സായിട്ട് വന്നത്. ആദ്യം അംഗീകാരം കേരളത്തെ വിളിച്ചല്ലേ ഇത്. ഓക്കെ. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്കൊരു നേട്ടം കിട്ടിയാൽ അത് എങ്ങനെ ലോകത്ത് അറിയിക്കാം എന്ന് ആണ് പൊതുവെ നാടിനെ സ്നേഹിക്കുന്നവർ ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ നാട്ടിലൊരു ചെറിയ വിഭാഗം അങ്ങനെ ഉണ്ടാവില്ല, ഉടൻ തന്നെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കും. ഇതിങ്ങനെയായിരുന്നില്ല, മറ്റേ അങ്ങനെയായിരുന്നു, ലോകബാങ്ക് ഫണ്ട് നിരോധിച്ചു, ഇങ്ങനെയായിരുന്നു. ഒരു ദിവസം ലോക ചരിത്രത്തിലെ മാധ്യമത്തിലൊരു പഠനം, ഭാവിയിൽ ഒരു സ്റ്റഡി കേസായിരിക്കും. ഒരു മാധ്യമം തെരഞ്ഞെടുപ്പ് ഫലം നടത്തുന്ന പോലെയായിരുന്നു, 1,00,000 സംരംഭം, ലക്ഷണമൊത്ത കള്ളം എന്ന് പറഞ്ഞിട്ട് ആ ആങ്കറുടെയൊക്കെ ആവേശം കണ്ടാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ അവരുടെ പാർട്ടി മുന്നേറുന്ന പോലെയാണ് തോന്നുക. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ തന്നെ നമ്മളെ എൻ്റെ വസ്തുതകൾ കൊണ്ടുവരാൻ നോക്കി. ഇപ്പോൾ ഉദ്യം രജിസ്ട്രേഷൻ, അവർ പറഞ്ഞത് ഉദ്യം രജിസ്ട്രേഷൻ അപ്പോൾ ഉദ്യം രജിസ്ട്രേഷൻ പോലും അവർ നോക്കുന്നില്ല. അതാണ് എൻ്റെ കൗതുകം എന്നുള്ളത്. കാരണം ഉദ്യം രജിസ്ട്രേഷൻ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞങ്ങൾ 2021 തുടങ്ങുമ്പോൾ 1 ലക്ഷത്തിൽ താഴെയുള്ളൂ. ഇപ്പോൾ 14,85,000 ഒറ്റയടിക്ക് 16 ലക്ഷം വർധനവാണ്. പക്ഷെ അത് പുതിയതല്ല. ഗവൺമെൻറ്റിൻ്റെ കണക്ക് വെച്ചാൽ എനിക്ക് അറിയുക എത്രയും പുതിയതാണ് കണക്കിൽ. പക്ഷെ അതല്ല, ഇൻഫോർമൽ, MSME, ട്രേഡ് ഇതെല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ ഓരോ കൊല്ലത്തെ വർധനവ് കാണാമല്ലോ. നമ്മുടെ 4 ലക്ഷം പ്രൈം മിനിസ്റ്റർ അംഗീകരിക്കുകയാണ് ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ MSME. അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ 87 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിലെ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവിനെ ബെസ്റ്റ് നോവൽ ഇന്നോവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആ റെക്കഗ്നേഷൻ വന്നു നമ്മുടെ ഈ പദ്ധതിക്ക്. അപ്പോഴാണ് കേരളത്തിൽ ചിലർ ഇതിങ്ങനെ പറഞ്ഞു. ഇപ്പം മാറി. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, അന്ന് പറഞ്ഞ ആളുകൾക്കൊന്നും ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്നില്ല. കാരണം വിസിബിളാണ് ഈ പുതിയ സ്ഥാപനങ്ങൾ, പുതിയ സംഗീതങ്ങൾ. ഇപ്പോൾ ലിങ്ക്ഡിൻ റിപ്പോർട്ട്, അതിപ്പോൾ നമ്മളെ വല്ല ഇതാണോ? അവർ കൃത്യമായിട്ട് അവരുടെ പ്രൊഫൈലിൽ വരുന്ന ചേഞ്ച് മാത്രമാണ്, അതിനപ്പുറത്തുണ്ടായിരിക്കും. ഇപ്പോൾ ഭക്തൻ ദുബായിൽ നിൽക്കുന്നു, ജോലി ചെയ്യുന്നു, നിങ്ങൾ അത് കൊച്ചിയൊരു കമ്പനിയിലേക്ക് മാറി, ഇവിടുത്തെ കമ്പനിയിലേക്ക് മാറി. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ആദ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഈ അപ്ഡേഷൻ അനാലിസിസാണ്. അപ്പോൾ അതെല്ലാം വസ്തുതകളല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ഇയർ ഒരു കൺസിസ്റ്റൻസി വന്നു. നമ്മൾ ഇത്തവണയും ഫസ്റ്റിലേക്ക് എത്തി. ഫാസ്റ്റ് മൂവേഴ്സ്, ഫസ്റ്റ് നമ്മളെയാണ് വിളിച്ച് അംഗീകാരം ഇത്തവണയും മതി. കഴിഞ്ഞ വർഷം നമ്മൾ തന്നെ അമ്പരന്നിട്ട് വാങ്ങിക്കുന്നത്. ഞങ്ങളൊരു ഈ വർഷമാണ് ഫസ്റ്റിലേക്ക് എത്താനുള്ള പ്ലാനിങ്. അത് കമ്പാരിറ്റീവ് അല്ലേ, എല്ലാ സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യല്ലേ. അപ്പോൾ അതിൽ നമ്മൾ പക്ഷേ കഴിഞ്ഞ തവണ ഫസ്റ്റ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ,
ഈ മാധ്യമപ്രവർത്തകരും വിമർശകരും ഒന്നും പഠിക്കില്ല. അവരിങ്ങനെ ഈ വാട്സപ്പിൽ നിന്നുള്ള ആളുടെ ഇപ്പോഴത്തെ അധ്യാപനം എന്നുള്ളത് ഇത് 100% ഫീഡ്ബാക്കാണ്. ഇത്തവണത്തെ 70-30 ആണ്, കഴിഞ്ഞ തവണത്തെ 100% ആണ്. ഇപ്പോൾ നമ്മൾ പരിഷ്കാരം നടപ്പിലാക്കിയാൽ നിങ്ങൾ പരീക്ഷ എഴുതി എത്ര നമ്മുടെ കഴിവനുസരിച്ച് എഴുതി അത്ര മാർക്ക് കിട്ടും. ഇത് അങ്ങനെ കിട്ടില്ല. നിങ്ങൾ 90+, 95+ ആണ് ഈ കാറ്റഗറിക്ക് എലിജിബിളായിരിക്കും. എന്നിട്ട് ഇത്തവണത്തെ റിപ്പോർട്ടുണ്ട് 100,000-ലധികം ആളുകളാണ് അവർ വിളിക്കുക. എങ്ങനെയുണ്ട് ഭക്തൻ, നിങ്ങൾ വ്യവസായം തുടങ്ങിയിട്ട് എളുപ്പമാണോ, നിങ്ങളുടെ ഓരോന്നും ക്വസ്റ്റ്യൻ ചോദിക്കും. ദെൻ സൂം മീറ്റിംഗ്സ് ഉണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഫീഡ്ബാക്ക് സംരംഭകരിൽ നിന്ന് എടുത്തിട്ടാണ് റാങ്കിങ്. യഥാർത്ഥത്തിൽ എൻ്റെ ഫസ്റ്റ് റാങ്കിങ് വന്നപ്പോൾ ഞാനൊരു 10-നുള്ളിലാണ് പ്രതീക്ഷിച്ചത്. നമ്മൾ തുടങ്ങുമ്പോൾ 28 പക്ഷേ 15 നിന്നുള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും നോക്കി എവിടെ പ്രശ്നം തന്നെയാണ്, സംരംഭകരിലേക്ക് ഇത് എത്തിയിട്ടില്ല വീണ്ടും. അപ്പോൾ വീണ്ടും ഞങ്ങൾ ഇൻട്രാക്റ്റീവ് ചെയ്തു, അവരെ കേട്ടു, വീണ്ടും മാറ്റം വരുത്തി, നിയമം മാറ്റി, ചട്ടം മാറ്റി, അവരുമായി നിരന്തരം സമ്പർക്കമായി. അപ്പോൾ അവർക്ക് ഇപ്പോൾ ആവശ്യമുള്ള ഒരു വ്യവസായം നടത്താൻ ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റുമായി മത്സരിക്കാവുന്ന ഒരു സാഹചര്യം നിയമത്തിലും ചട്ടത്തിലും നടപടികളിലും കേരളത്തിലുണ്ടായി. അവരാ മാർക്കിടുന്നത്. അല്ലാതെ നമ്മൾ ഉദ്യോഗസ്ഥരിന്നിട്ട് മാർക്കിടുന്നതല്ല, ഞങ്ങളുടെ റിപ്പോർട്ട് വായിച്ചിട്ട് മാർക്കിടുന്നതല്ല. ഈ ഫീഡ്ബാക്കാണിത്. അപ്പോൾ സംരംഭക സമൂഹത്തിലെ കോൺഫിഡൻസ് അതാണ് ഈ റാങ്കിങ്ങിൽ പ്രതിഫലിക്കുന്നത്. നമ്മളെല്ലാ കാര്യത്തിലും നമുക്കൊരു കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവണം. അങ്ങനെയാണല്ലോ, നമ്മൾ സ്കൂളിൽ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോലും നമുക്കൊരു കോമ്പറ്റീറ്ററിനെ നമ്മൾ മനസ്സിൽ കാണുമല്ലോ. അപ്പോൾ അത്തരത്തിൽ കേരളം ഇതുപോലെ ഈ വ്യവസായ സൗഹൃദമായി മാറ്റുന്നതിന് വേണ്ടി ഏതൊരു സംസ്ഥാനത്തെയാണ് ഒരു കോമ്പറ്റീറ്ററായിട്ട് കാണുന്നത്? അതിൽ എൻ്റെ പെർസ്പെക്റ്റീവ് വ്യത്യസ്തമാണ്. നിങ്ങളിപ്പോൾ ഒരു ക്ലാസ്സിലിരിക്കുന്നു, അപ്പോൾ നേരത്തെ പറഞ്ഞ കോമ്പറ്റീറ്ററുണ്ട്, ഇയാളിതാ MBBS പഠിക്കാൻ പോകുന്നു, എന്നാൽ ശരി എൻ്റെ ഉദ്ദേശം MBBS, ഇയാളായിട്ട് മത്സരിക്കുക. പക്ഷെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്. അല്ല നമ്മളിപ്പോൾ അവർ പോകുന്ന ഒരാൾ തമിഴ്നാട് വന്നിട്ട് 1000 ഏക്കർ സ്ഥലം 1 രൂപയ്ക്ക് കൊടുക്കും, നമുക്കിവിടെ പറ്റില്ല, സ്ഥലമില്ല. അപ്പം ഞാൻ അതിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ആർക്കാ ജോലി കൊടുക്കാൻ, അല്ലെങ്കിൽ ഗവൺമെൻറ് ആർക്കാ ജോലി കൊടുക്കാൻ ശ്രമിക്കേണ്ടത്, പ്രയോറിറ്റി. ഇപ്പോൾ നമ്മളൊരു വലിയ മാനുഫാക്ചറിങ് ഗാർമെൻറ്റ് ഫാക്ടറി ഇവിടെ വന്നു, അല്ലെങ്കിൽ ഇവിടെ ഉണ്ട്, അവിടെ ജോലി ചെയ്യുന്ന ആരാ? അന്യസംസ്ഥാനക്കാരാണ്. പിന്നെ വാട്ട് ഈസ് ഹാപ്പനിങ് നൗ, ഓട്ടോമേഷൻ, റോബോട്ടിക്സ് ഇത് വരുന്നു. ഇപ്പോൾ പത്രങ്ങൾ കാണില്ല 56,000 കോടി ഈ നിക്ഷേപം ഇന്ന സ്റ്റേറ്റിലേക്ക് വന്നു, 1800 ജോലി സൃഷ്ടിക്കും. അപ്പോൾ 56,000 crores ഇൻവെസ്റ്റ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നത് 1,800 എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസാണ്. ഇത് മിക്കവാറും കുറച്ച് പേര് നല്ല സ്കില്ലുള്ളതായിരിക്കും. നമ്മുടെ പൊട്ടൻഷ്യൽ ഹൈലി സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സസ്, റെഡ്ലി അവൈലബിൾ ടാലൻറ്റ് പൂൾ, ഇതാണ് നമ്മുടെ ശക്തി. പക്ഷേ എത്ര ആളുകൾ കേരളത്തിൽ ജോലി ചെയ്യാൻ വില്ലിങ്ങാവുന്നു? ആ ഭാഗം മാറാണ് ഇപ്പോൾ. നൗ ഇറ്റ് ഈസ് ചേഞ്ചിങ്. അതല്ല ഞാൻ പറഞ്ഞത്, തിരിച്ചറിയൽ വരുന്നു. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ കാണേണ്ടത് എന്താ, പൊട്ടൻഷ്യൽ ഉണ്ട്, എന്തുകൊണ്ട് അവരങ്ങോട്ട് പോകുന്നു? അപ്പോൾ ആ വ്യവസായങ്ങൾ നമുക്ക് കൊണ്ടുവരാം. പിന്നെ ഒരു നല്ല ഒരു ത്രൈവിങ് ഇക്കോസിസ്റ്റം വേണം. ഈ പറഞ്ഞ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറുണ്ട്, അവർക്ക് സ്വതന്ത്രമാകണം. നമ്മുടെ ആളുകളുടെ മൈൻഡ് സെറ്റ് പ്രധാനമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊരു കുട്ടി ദുബായിൽ പോയി, ഞങ്ങളിപ്പോൾ ലണ്ടനിൽ പോയി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ റൂമിൽ സെർവ് ചെയ്ത കുട്ടി MSc ഡാറ്റ സയൻസ് പഠിക്കുന്ന കുട്ടിയാണ്. നമ്മുടെ നാട്ടിൽ നേരത്തെ ഇപ്പോൾ മാറി, ITI പഠിക്കുന്ന ആൾ പഠനം കഴിഞ്ഞ് വർക്ക്ഷോപ്പിൽ പോയി വെൽഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അയൽവക്കക്കാരൻ്റെ ഉത്കണ്ഠ ഒരിക്കലും അവസാനിക്കില്ല. അയ്യോ ഈ കുട്ടിക്ക് എന്ത് പറ്റി എന്നുള്ളതായിരിക്കും. അപ്പോൾ ഈ ഉത്കണ്ഠപ്പെടുന്ന ആൾ കെയർ ഹോമിൽ പോയിട്ട് അവിടെ ചീത്ത കൊണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ മൈൻഡ് സെറ്റ്. പിന്നെ ആളുകൾ, ചെറുപ്പക്കാർ പുറത്തിറങ്ങി നടക്കുന്ന ഒരു നമ്മുടേതായിട്ടുള്ള ചില പോലീസിങ്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പം അതെല്ലാം ചേഞ്ച് ചെയ്യണം. ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ കുട്ടികൾ പുറത്തു പോയി ചെയ്യുമ്പോൾ ഇവിടുന്ന് രക്ഷകർത്താക്കൾ ഇടയ്ക്ക് അവിടെ പോകുമ്പോൾ കാണുന്നുണ്ടല്ലോ ലോകം അവിടെയൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം നമ്മൾ ആ സിസ്റ്റമാണ് കൊണ്ടുവരുന്നത്. IT സെക്ടർ, നോളേജ് ബേസ്ഡ് ഇക്കണോമി, നോളേജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ്, ഹൈടെക് മാനുഫാക്ചറിങ്, ഇങ്ങനെയുള്ള മേഖലകൾ നമ്മൾ ഫോക്കസ് ചെയ്തു. നമുക്കിപ്പോൾ ഹൊറിസോണ്ടൽ ബിൽഡിംഗ് നമുക്ക് വലിയ ബുദ്ധിമുട്ട്, അത് വെർട്ടിക്കൽ പറ്റും. ഞാൻ ആദ്യം സംരംഭകരെ അഭിസംബോധന ചെയ്തപ്പോൾ അവർ ചിലർ പറഞ്ഞു, സാർ ഈ പറഞ്ഞ പോലെയാണ് ചെറുപ്പക്കാരൊക്കെ പോകണം, ഇത് വൃദ്ധസദനാവും. അപ്പോൾ 2 ഭാഗം പറഞ്ഞു. ഒന്ന്, ചെറുപ്പക്കാരെ തിരിച്ചു കൊണ്ടുവരാം, നമുക്കൊരു ശ്രമം നടത്താം ഒന്നിച്ച്, എങ്ങനെ അതിന് പറ്റുന്ന വ്യവസായങ്ങൾ കൊണ്ടുവരും. എല്ലാവരും കൊണ്ടുവരേണ്ട കാര്യമില്ല, ചിലർക്ക് നമ്മൾ എത്ര ശ്രമിച്ചാലും അവർക്ക് പറ്റിയ സൗകര്യങ്ങൾ വേറെ ഉണ്ടായിരിക്കും. 2, വൃദ്ധസദനം മോശമായി കാണണ്ട. ഞാൻ അവരോട് പറഞ്ഞു, മോശമല്ലല്ലോ. ഞാൻ പറഞ്ഞു ദേർ ഇസ് എ ബിസിനസ്. ലോകത്തുള്ള ആൾ പ്രായമാവും ഇങ്ങോട്ട് വന്നോട്ടെ,
നല്ല ശുദ്ധവായു, നല്ല സൗകര്യം. ലോകത്തെവിടെയാണെങ്കിലും അവർ മലയാളി നേഴ്സിൻ്റെ കരസ്പർശം വേണം മരിക്കുന്നതിന് മുമ്പ്. അവിടെ വെച്ച് പിടിക്കുമ്പോഴായിരിക്കും ഇവിടെ നിന്ന് വിളി വന്നിട്ടുണ്ടാവും, ഫാദറിന് സുഖമില്ല ഹോസ്പിറ്റലാണ്, അപ്പോൾ പിടുത്തത്തിനൊരു മുറുക്കുണ്ടാവില്ല. ഇവിടെയാണെങ്കിൽ അവർ വീട്ടിൽ പോയി ഫാദറിന് ഭക്ഷണം കൊടുത്ത് ഒന്നിച്ചിരുന്ന് തിരിച്ചു ഇവിടെ വന്നിട്ട് ജോലി ചെയ്യുന്നു. അന്ന് ആളുകൾ ഇത് തമാശയായിട്ട് ഇത് രണ്ട് കാര്യം, റിവേഴ്സ് മൈഗ്രേഷനും ഇപ്പോൾ രണ്ടും ഇപ്പോൾ സംഭവിച്ചു. സാർ ഈ പറഞ്ഞ റിവേഴ്സ് മൈഗ്രേഷൻ ഈ ഒരു ജനറേഷനിലെ സംഭവിക്കുള്ളൂ. അതായത് ഞാൻ ഏകദേശം 90 രാജ്യങ്ങൾ സന്ദർശിച്ചു ഇതുവരെ. ഇതിൽ 85ഓളം രാജ്യങ്ങളിൽ ഞാൻ മലയാളികളെ മീറ്റ് ചെയ്തിട്ടുണ്ട്, പേഴ്സണലി മീറ്റ് ചെയ്തിട്ടുണ്ട്, പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് നിലവിൽ അവിടെ ഉള്ള ആളുകളെന്ന് പറയുന്നത് അവിടെ പോയി സെറ്റിൽഡായി അവരുടെ മക്കൾ, അതിപ്പോൾ ഞാൻ അവിടെ പോയി സെറ്റിൽഡായി എൻ്റെ മക്കൾ, ആ മക്കൾക്ക് കൂടി പോയാൽ ഒരു 25-30 വയസ്സല്ല 40 വയസ്സ് വരെ, 40 ആയിട്ടില്ല, ഒരു 30 ഇയേഴ്സൊക്കെ മക്കൾക്കായിട്ടുള്ള ഒരു ജനറേഷൻ ആൾക്കാരാണ്. ഈ മക്കൾ എന്ന് പറയുന്ന അവിടുത്തെ സെക്കൻഡ് ജനറേഷൻ ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. പക്ഷേ ഈ ആദ്യം പോയ ആൾ, ഫസ്റ്റ് ജനറേഷൻ ആൾ, അയാൾക്ക് ഇപ്പോഴും അയാളുടെ നാട് മിസ് ചെയ്യും. അയാൾ ഈ ഒരു സമയത്തും തിരിച്ചു വരാൻ, ഈ സാറി പറഞ്ഞ പോലെ ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് വരണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന പല ആളുകളുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജനറേഷൻ ഇപ്പം നിലവിലുള്ള ഒരു ഫസ്റ്റ് ജനറേഷൻ ആളുകൾ മാത്രമേ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരുള്ളൂ. ബാക്കിയുള്ളവർക്ക് കേരളമോ ഇന്ത്യയോ അവരവിടുത്തുകാരല്ല, ദേ ഡോണ്ട് കൺസിഡർ ദംസെൽവ്സ് ആസ് ആൻ ഇന്ത്യൻ. കാരണം അവരവിടെ ജനിച്ചവരാണ് പല ആൾക്കാരും. ഇപ്പോൾ അമേരിക്കയിലൊക്കെ നമ്മൾ ABCD എന്നൊക്കെ പറയത്തില്ല, അതേപോലെ അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊന്നും ദേ ഡോണ്ട് കൺസിഡർ ദംസെൽവ്സ് ആസ് ഇന്ത്യൻസ്. ഇപ്പോൾ ഞാൻ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിൽ പോയി. അവിടെ 1800 കാലഘട്ടം പോലെ, അതായത് ഏകദേശം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരുടെ സമയത്ത്, കറക്റ്റ് വർഷം മറന്നുപോയി, ഈ പറഞ്ഞ പോലെ തൊഴിലെടുക്കുന്നതിന് വേണ്ടി, നിർബന്ധിത തൊഴിലെടുക്കുന്നതിന് വേണ്ടി അടിമത്തം നിരോധിച്ച സമയത്ത് ഇന്ത്യയിൽ നിന്നും ബീഹാറിൽ നിന്നും UP യിൽ നിന്നൊക്കെ കൊണ്ടുപോയ ആളുകളാണ് അവിടെ മൊത്തം 35% ആ രാജ്യത്ത്. അതായത് നമ്മുടെ നാട്ടിലുള്ളതിനെക്കാട്ടി വർഗീയത, ഹിന്ദു മുസ്ലിം വർഗീയത ആ രാജ്യത്ത് കാണാൻ സാധിക്കും നമുക്ക്. അത്രയും ഇപ്പോഴും നമ്മുടെ കൾച്ചറുണ്ട്, പക്ഷെ അവർ ഒരിക്കലും ഇന്ത്യയിൽ പോലും കണ്ടിട്ടില്ല, ഇന്ത്യ കണ്ടിട്ടില്ല. അവർ 5th ജനറേഷൻ ആൾക്കാർ വരെ ഇപ്പോഴും അവിടെ ജീവിക്കുന്നു. അപ്പോൾ അവർക്ക് ഇന്ത്യയുമായിട്ടൊരു ബന്ധമില്ല, പക്ഷേ നമ്മുടെ കൾച്ചർ അവർക്കുണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റിവേഴ്സ് മൈഗ്രേഷൻ ശരിക്കും നടക്കാൻ പോകുന്നത് ഇനി അങ്ങോട്ടുള്ള ഒരു 10-20 വർഷ സമയത്തായിരിക്കും. അങ്ങനെ റിവേഴ്സ് മൈഗ്രേഷൻ വരുന്ന ആളുകൾക്ക്, അങ്ങനെ വരാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് വളരെ നല്ല രീതിയിലുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുത്താൽ അത് സ്റ്റേറ്റിന് ഗുണം ചെയ്യില്ലേ? അതെ, അതിൻ്റെ ഒന്നെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിങ്ങൾ പറഞ്ഞ ആദ്യത്തെ ജനറേഷൻ അവർക്ക് നൊസ്റ്റാൾജിക്കൊക്കെ ഉണ്ടാവും. പിന്നെ അവിടെ ജനിച്ചവർ നമ്മളിപ്പോൾ ഇന്ത്യക്കാരായിട്ട് കണ്ട, അവരവിടുത്തെ പൗരന്മാരായി, അവരവിടുത്തെ ജീവിത രീതിയിലേക്ക് മാറി. ചില രാജ്യം, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു ഫിജി എടുക്കുകയാണെങ്കിൽ അവിടെ ഭരണഘടനയിൽ അവിടെ എല്ലാവർക്കും വോട്ടിന് ഒരേ അവകാശമല്ല. തദ്ദേശീയർക്കാണ് ഒരു വോട്ട് ചെയ്താൽ 2 വോട്ടുണ്ടാവും. ഒരു വോട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ 2 വോട്ടായിട്ട് കണക്കാക്കും. തദ്ദേശീയരല്ലാത്തവരാണെങ്കിൽ 1 വോട്ടാണ്. അല്ലെങ്കിൽ കൃത്യം എല്ലാവർക്കും ഈക്വൽ റൈറ്റ് വന്നു കഴിഞ്ഞാൽ ഈ മൈഗ്രൻസിൻ്റെ കയ്യിലായിരിക്കും ഭരണം. അപ്പോൾ അങ്ങനെയുള്ള ഭരണഘടനകൾ പോലും ലോകത്തുണ്ട്. പിന്നെ ഈ അതിരുകളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ലോകം പ്രപഞ്ചം വരുമ്പോൾ ഇങ്ങനെയായിരുന്നു അതിര്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ വന്നു, സൗകര്യങ്ങൾ, ചില രാജ്യം സുഡാൻ 2ആയി, ചില രാജ്യങ്ങൾ 1ആയി, പലതും മാറ്റങ്ങൾ ഇങ്ങനെ. ഇപ്പോൾ ഇന്ത്യ എങ്ങനെ ആയിരുന്നു, ഇന്ത്യ തന്നെ ബ്രിട്ടീഷ് ഇതിലൊക്കെ വന്നിട്ടുള്ളൊരു രാജ്യം എന്നൊരു കോൺസെപ്റ്റ്, ഇന്ത്യ എന്ന ആശയം ശക്തിപ്പെട്ട് രാജ്യത്തിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് പോയിട്ട് ഇവിടുന്ന് പോയ എല്ലാവരുടെയും തലമുറ തിരിച്ചു കൊണ്ടുവരാനെ കുറിച്ച് ആലോചിക്കുകയേ വേണ്ട. അവരൊക്കെ അവിടുത്തെ പൗരന്മാരായി, അവരുടെ ജീവിതം. ഇപ്പോൾ ന്യൂയോർക്ക് മേയറായില്ലേ, അങ്ങനെ പലരും പല രീതിയിലേക്കല്ല വരും. ലോകത്ത് പല ഭരണാധികാരികൾ ഇന്ത്യൻ ഒറിജിൻ ഉള്ളവരല്ലേ, പക്ഷെ അവർ ഇന്ത്യൻ ഒറിജിനാണ്, ഇന്ത്യൻസ് അല്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ ഇപ്പോൾ പോകുന്ന ചെറുപ്പക്കാർ, ഈ കഴിഞ്ഞ സെക്കൻഡ് ജനറേഷനാണ്, അവർക്കൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടാവും കുറച്ച് കാലത്തേക്ക്. ഈ കൾച്ചറൽ ക്രൈസിസ്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ ഇപ്പോൾ പോയിരിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ചും കോവിഡിന് ശേഷം, അവരവരുടെ നാടുകളിൽ നിൽക്കാനുള്ള ഒരു ആഗ്രഹം വർദ്ധിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് പലരുടെയും. പ്രായമായ, നേരത്തെ നിങ്ങൾ പറഞ്ഞ ആദ്യത്തെ ജനറേഷൻ ഉണ്ടാവും, ഇപ്പോൾ പോകുന്നവർക്കുണ്ടാവും. പിന്നെ ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷൻസ് ഉണ്ടല്ലോ, ഒരു രാജ്യത്ത് അസ്ഥിരതയുണ്ട്. അപ്പം നമ്മൾക്ക് ഇവിടെ നല്ല സാധ്യതയുണ്ട്, ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ട് നമ്മുടെ സ്ഥലം. നമുക്ക് സ്ഥലം കുറവുള്ളൂ, നമ്മുടെ ലിമിറ്റ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞല്ലോ ആരാണ് നമ്മുടെ എതിരാളി, നമ്മൾ ആരെയാണ്, അങ്ങനെ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും ഒന്നിച്ച് വളരാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഒന്നിച്ച സാധ്യതകളുണ്ട്. തമിഴ്നാടിൻ്റെ സാധ്യതയായിരിക്കില്ല നമ്മുടെ കുറവായിരിക്കില്ല അവരുടെ കുറവ്. നമ്മളെപ്പോലെ ഇത്രയും ഇപ്പോൾ പമേല അന്ന മാത്യുവായിട്ട് ഇൻ്റർവ്യൂ പറഞ്ഞല്ലോ, അവർ തുടങ്ങുമ്പോൾ തന്നെ ഇവിടുത്തെ സ്ത്രീകൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം. അങ്ങനെ വായിക്കാൻ അറിയാവുന്നവർ അന്ന് ഇന്ത്യയിൽ ഒരിടത്തുമില്ല. നിങ്ങളിപ്പോൾ ഒരു ഇലക്ട്രോണിക്സ് ഒരു ഡയഗ്രാം വരച്ചു കൊടുക്കുന്നു, അവിടെയൊക്കെ ഇതെടുത്ത് വയ്ക്കണം, അത്രയും ചെയ്താൽ മതി. പക്ഷേ ഡയഗ്രത്തിൽ ഇംഗ്ലീഷിലൊക്കെ എഴുതിയത് വായിക്കാൻ അറിയുന്ന ആളുകളുണ്ട്.
അങ്ങനെയൊരു സ്ട്രെങ്ത്താണ് നമുക്കുള്ളത്. അതിപ്പോൾ കുറേ കൂടി ഡെവലപ്പ് ചെയ്തു. എന്നാൽ നമുക്കൊരു സ്കിൽ ഗ്യാപ്പ് ഉണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ അപ്പ് സ്കില്ലിങ്, കസ്റ്റമൈസ് സ്കില്ലിങ് ഇതിലൂടെ എല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ, ഞാൻ പറയും നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ എല്ലാവരും ഇവിടെ തന്നെ ജോലി ചെയ്യണമെന്ന് നമ്മൾ ശാഠ്യം പിടിക്കേണ്ടില്ല. ലോകത്ത് ഒത്തിരി അവസരങ്ങളുണ്ട്, അവിടേക്കും പോകാം. പക്ഷേ സാധാരണഗതിയിൽ ഇവിടെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു അവസരം ഉണ്ടാക്കും. ഇവിടെ ഇപ്പം ഈ അവസരത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കിനും ഈ അവസരം പല രീതിയിലാണ് നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കുക. ഒന്ന്, ഒരു ബിസിനസ് ചെയ്യുമ്പോഴത്തേക്കിനും അല്ലെങ്കിൽ ഒരു വ്യവസായം മുന്നോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കിനും അത് തുടങ്ങാനുള്ള സപ്പോർട്ട് മാത്രമല്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള സപ്പോർട്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഈ LDF ഗവൺമെൻറ്റിൻ്റെ ഒരു മെയിനായിട്ട് പണ്ട് പോലെ ആൾക്കാരെ കാണുന്ന LDF ഗവൺമെൻറ് ഭയങ്കരമായിട്ടൊരു ലേബർ, ഒരു തൊഴിലാളികളെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ്. പക്ഷേ മുതലാളികൾക്ക് അത്രയ്ക്ക് സുഖകരമല്ല. എപ്പോഴും തൊഴിലാളി അനുകൂല നിലപാടുകൾ മാത്രമാണ്, മുതലാളികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെയുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. കുറേയൊക്കെ ഇപ്പോൾ അത് മാറി. പണ്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ കുറേയൊക്കെ ഇപ്പോൾ അങ്ങനെ മാറി. പക്ഷേ എന്നിരുന്നാലും പല സ്ഥലത്തും പല ആൾക്കാരും ഇപ്പോഴും പറയുന്നൊരു കംപ്ലൈൻ്റാണ് ഈ ഒരു സംഭവം. അതിന് സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, LDF ഭരിക്കുന്ന സമയത്ത് ഹർത്താലുകൾ വരില്ല എന്ന് പറയും. അത് കോൺഗ്രസ് പർപ്പസ്ഫുള്ളി അത് ചെയ്യാത്തതാണ് പല കാര്യങ്ങൾക്കും. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് VD സതീശൻ സാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പോയിൻ്റാണ്, LDF ഭരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പല സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഹർത്താൽ എന്ന് പറഞ്ഞ ഒരു ക്രൂരത ജനങ്ങളോട് ചെയ്തിട്ടില്ല. നേരെ മറിച്ച് ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് LDF സ്ഥിരം ആളുകളെ ഹർത്താൽ നടത്തി ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയുന്ന, ഇപ്പോൾ ഹർത്താൽ എന്ന് പറയുന്ന പോലും, പണിമുടക്കെന്ന് പറയുന്ന പോലും ജനങ്ങളെ ഭയങ്കരമായിട്ട്, ഏറ്റവും കൂടുതലുള്ള കേരളത്തിലാണ്. ബാക്കിയുള്ളടത്ത് പണിമുടക്കുണ്ടെങ്കിലും അത് ആരും പണിമുടക്കുന്നില്ല, എല്ലാം വളരെ നോർമലായിരിക്കും. നമുക്ക് ഒരു പണിമുടക്കല്ല ഹർത്താൽ എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും അറിയാമല്ലോ സാറിന് എങ്ങനെയാണ്. എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? അല്ല, പ്രതിപക്ഷം ഏതോ പറഞ്ഞിട്ടുണ്ട് ഒരു ഭാഗം ശരി. അവർ സംസ്ഥാനതല ഹർത്താലുകൾ മാറ്റി ജില്ലാതല ഹർത്താലുകൾ പരമാവധി പ്രോത്സാഹിപ്പിച്ചു. ഓക്കെ, അത് കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് ഞാൻ തരാം. ഓരോ ജില്ലയിലും എത്ര ഹർത്താൽ. പിന്നെ ഹർത്താലിനെതിരെ ഉപവാസത്തിരുന്ന ആളാണ് CM ഹസൻ. അദ്ദേഹം നടത്തിയിട്ടുള്ള ആഹ്വാനങ്ങൾ കാണാം. പക്ഷെ നമ്മൾ കാണേണ്ടത് ചില ഘട്ടങ്ങളിൽ മാത്രത്തിൽ അത് ആവശ്യമായി വരുള്ളൂ. പക്ഷെ പ്രിസംഷനാണ് നമ്മൾ നോക്കേണ്ടത്. എൻ്റെ ഫസ്റ്റ് ടാസ്ക് ഹൗ ടു ട്രാൻസ്ഫോം ദിസ്, ഈ ഡീപ്പ് റൂട്ടഡ് പ്രിസംഷൻ എങ്ങനെ മാറ്റാം. ഇപ്പോൾ ഭക്തൻ തന്നെ പറഞ്ഞല്ലോ, നമ്മൾ ബാക്കി പലരുടെയും ധാരണ എന്ന് വെച്ചാൽ വാളയാർ ചുരം കഴിഞ്ഞാലാണ് ഈ കൊടിയും പണിമുടക്കുള്ളൂ എന്നാണ്. പക്ഷെ ഒഫീഷ്യൽ ഡാറ്റ എന്താ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ, നമുക്ക് സെർച്ച് ചെയ്ത് എല്ലാവർക്കും കിട്ടും. എൻ്റെ മാത്രം ഡാറ്റ ഉണ്ടാവില്ല. ഡാറ്റ യൂണിയൻ മിനിസ്ട്രിയാണ്, ലേബർ മിനിസ്ട്രിയുടെ. കഴിഞ്ഞ 10 വർഷം എടുത്താൽ 26% ഇന്ത്യയിലാകെ നടന്ന പണിമുടക്കം നടന്നത് തമിഴ്നാട്ടിലാണ്, 17% മഹാരാഷ്ട്രയാണ്, 11% ഗുജറാത്താണ്. അല്ല, അവിടെ അതിനനുസരിച്ച് ഇക്വലൻ്റ് ആയിട്ട് ഇൻഡസ്ട്രികളും കൂടുതലില്ലേ? അല്ല, അപ്പോൾ പണിമുടക്കം ഇൻഡസ്ട്രിക്ക് തടസ്സമല്ല എന്നല്ലേ എൻ്റെ, അങ്ങനെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ. അല്ല, സ്വാഭാവികമായിട്ട് കൂടുമ്പോഴത്തേക്കിനും പണിമുടക്കുകളും കൂടില്ലേ? അല്ല, ഞാൻ പറഞ്ഞ പണിമുടക്ക് പെർസെൻറ്റേജ് ആണല്ലോ. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം നടക്കുന്ന പണിമുടക്കങ്ങളുടെ എത്ര ശതമാനം. അപ്പോൾ നിങ്ങൾ പറയുന്ന ചോദ്യമെങ്കിൽ അപ്പോൾ ഒരു ഹിന്ദുവിൻ്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, അത് ഈ ഭക്തം പറഞ്ഞ ഈ കൺക്ലൂഷനാണ് അവർ നടത്തിയത്. പണിമുടക്കങ്ങൾ വ്യവസായം വരുന്നതിന് തടസ്സമല്ല ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞതാണെങ്കിൽ അതാണ് റിയാലിറ്റി എന്ന്. പിന്നെ ഒരു പ്രശ്നം വെച്ചാൽ കേരളത്തിൻ്റെ ഈ പ്രിസംഷൻ ഉണ്ടാക്കുന്നവരാ നമ്മളൊക്കെ തന്നെ. ഇപ്പോൾ ഞാൻ ആദ്യം സംരംഭക യോഗത്തിൽ ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി ഏത് രാജ്യത്താണ്? അപ്പോൾ ചേട്ടാ അമേരിക്ക, ജപ്പാൻ, ജർമ്മനി, ഒരാളും പറഞ്ഞില്ല കേരളമാണ്. സംരംഭകരാണ്. അവർക്ക് പോലും അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ നടത്തുന്ന കമ്പനി ഇപ്പോൾ ലോകത്തിലെ ലാർജസ്റ്റ് ബ്ലഡ് ബാഗ് മാനുഫാക്ചറിങ് കമ്പനിയാണെന്ന് അവർക്കറിയില്ല. എന്നാൽ പോകുന്ന വഴിക്ക് തടസ്സം ഉണ്ടാക്കിയ ബസ് മറ്റ് സംസ്ഥാനത്ത് പോയി അതിൻ്റെ പേര് ചോദിച്ചാൽ ഉറക്കത്തിന് സാധാരണക്കാരൻ പോലും പറയും. അതെ, ആണല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ആ കോട്ടയത്ത് നമ്പർ കിട്ടാതെ നിരാഹാരരുന്ന ആളുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ നല്ലൊരു ഭാഗം മലയാളിക്ക് അറിയാൻ പറ്റും. വിവാദമായാലേ? അതെ, വിവാദ വ്യവസായമാണ് ഏറ്റവും സമ്പന്നമാകുന്നൊരു വ്യവസായം. പക്ഷെ നമ്മൾ കാണേണ്ടത് എന്താ, കേരളം ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ വന്നിട്ട് മാത്രം ഉണ്ടാക്കിയതല്ല, ഞങ്ങൾ കുറേ മാറ്റം വരുത്തി. പക്ഷേ കേരളത്തിൽ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് നമ്മളെല്ലാം കേട്ടുകൊണ്ടിരുന്ന കേരളം അല്ല യഥാർത്ഥ കേരളം വ്യവസായത്തിൽ. നമുക്കിപ്പോൾ ഏറ്റവും വലിയ കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി എവിടെയാണ്? ഏഷ്യയിലെ കേരളമായിരിക്കണം. കേരളമാണ്. കാരണം കൃത്രിമ പല്ലിലുപരിയായിട്ട് ശരിയാണ്, കുറേ കാര്യങ്ങൾ ചെയ്യുന്ന കമ്പനികൾ ഇവിടെ ഉണ്ട്. ഏറ്റവും വലിയ കമ്പനിയാണ്. ഒരു ദിവസം 10,000-ഓളം പല്ലുണ്ടാക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു എനിക്കൊരു സമരം ഇത്രയും കാലം ഉണ്ടായിട്ടില്ല, 10-40 കൊല്ലമായി, പക്ഷെ എല്ലാം മിനിമം കൂലി കൊടുക്കും. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ നിങ്ങൾ മിനിമം കൂലി ഒന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രശ്നമാണ്. നിങ്ങൾ മിനിമം കൂലി കൊടുത്താൽ സംശയിക്കേണ്ട, കൊടുക്കുന്നതൊക്കെ കൂടുതൽ ഔട്ട്പുട്ട് കേരളത്തിൽ നിന്ന് കിട്ടും, പ്രൊഡക്ടിവിറ്റി.
ഇപ്പോൾ ലോകത്തിൻ്റെ സ്പൈസ് പ്രോസസ്സിങ്ങിൻ്റെ ഹബ്ബ് എവിടെയാണ്? കേരളമാണോ? കേരളമാണ്. ഓക്കെ. നിങ്ങൾ ഇത്ര രാജ്യം പോയില്ലേ? ഏറ്റവും കൂടുതൽ ഒലിയോറസിൻ മാനുഫാക്ചറിങ് ഒന്നാം കമ്പനി കേരളത്തിൽ സിന്തേറ്റ്, രണ്ടാം കമ്പനി കേരളത്തിൽ, മൂന്നാം കമ്പനി സിന്തേറ്റ്, കാൻഗൂർ, ഗ്രീൻ ലിപ്പിഡ്, ഇതെല്ലാം ലോകത്തിലെ ലീഡിങ് കമ്പനികളാണ്. ഇപ്പോൾ അതുപോലെ നമ്മുടെ ഈസ്റ്റേൺ, ഇപ്പോൾ അവർ നോർവീജിയൻ കമ്പനി എടുത്തു. 3600-4000 കോടി ടേൺ ഓവറുള്ള കമ്പനികളാണ്. പക്ഷെ ആളുകളുടെ ധാരണ ഇവിടെ വണ്ടി പെട്ടിക്കടയും ബീവറേജും ലോട്ടറി കച്ചവടം മാത്രമുള്ളതാണല്ലോ നമ്മുടെ പ്രചാരവേല. ഇത് റിയാലിറ്റി. ഈ കമ്പനികളുണ്ട് ഇവിടെ, ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിലൊന്നും നടക്കില്ല. അപ്പോൾ ഈ വിക്രാന്ത് എവിടെ ഉണ്ടാക്കി? കൊച്ചി ഷിപ്പ്യാർഡ്. അവിടെ പോയിട്ട് അത് കേന്ദ്രമാണ്, അവിടെ ഒരു യൂണിയനും ഇല്ല. എല്ലാ യൂണിയനും, ഞാനവിടെ യൂണിയൻ നേതാവായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ CMD പറഞ്ഞില്ല, ഒരു സിംഗിൾ മാൻ അവർ പോലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. 36,000 കോടിയുടെ BPCLൻ്റെ പദ്ധതി ബിഫോർ ടൈം പൂർത്തീകരിച്ചു. ഇന്ത്യയിൽ പെട്രോളിയം കമ്പനികളുടെ പ്രോജക്റ്റിൽ ബിഫോർ ടൈം പൂർത്തീകരിച്ച ഒന്നാമത്തെ പ്രൊജക്റ്റ് ഇതാ. അതെവിടെ? കൊച്ചിയിലല്ലേ. ഒറ്റ പണി മുടക്കം ഉണ്ടായിട്ടില്ല, സമരങ്ങൾ ഉണ്ടായിട്ടില്ല. ഒരു കമ്മിറ്റി ഉണ്ടാക്കി ചർച്ച ചെയ്തു. എന്നാൽ സമരങ്ങളൊന്നുമില്ലാത്തൊരു അങ്ങനെയല്ല ഉണ്ടാകാതിരിക്കാം, പക്ഷേ എല്ലായിടത്തും ഉണ്ട്. ഓക്കെ. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ കുറച്ചാൾ മഹാരാഷ്ട്രയിൽ ഒരു വിൻഡ് പവർ കമ്പനി, ഇൻ്റർനാഷണൽ കമ്പനിയാണ്. അവിടെ കമ്പനി തുടങ്ങി. അപ്പോൾ കുറച്ച് ആൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ആളെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വലിയത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മേഖലയാണല്ലോ. തർക്കമായി. പഞ്ചായത്ത് സർപ്പഞ്ച് അന്വേഷിക്കാൻ ചെന്നു. വേറൊന്നും ചെയ്തില്ല, പിടിച്ചുകൊണ്ട് പോയി അടിച്ചു കൊന്നു. കേരളത്തിലായിരുന്നെങ്കിൽ തടഞ്ഞു വെച്ചാൽ ലോകത്ത് അറിയാത്ത ആളുകളുണ്ടാവില്ല. ഇതിപ്പോൾ വ്യക്തം പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഒരു മന്ത്രി രാജിവെക്കേണ്ടി വന്നു വീഡിയോ കണ്ടിട്ട്. അയാളുടെ പാർട്ടിക്കാരാണ് ചെയ്തത്. കേരളത്തിൽ കഴിഞ്ഞൊരു 10-30 കൊല്ലം എടുത്ത് ഇങ്ങനെ അനുഭവം ഉണ്ടോ? ഇല്ലല്ലോ. ഇപ്പോൾ വാറങ്കൽ എടുത്ത് നോക്കൂ. അവിടെ AP റയോൺസ് എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്. അവിടെ തർക്കം വന്നു. വേറൊന്നും സംഭവിച്ചില്ല. ജനറൽ മാനേജർ വെടിവെച്ച് വന്നു. നിങ്ങളിപ്പോൾ ഇത്ര പ്രായമായ ചെറുപ്പമാണ്, എന്നാൽ ഇത്രയും പ്രായത്തിനുള്ളിൽ അങ്ങനെ സംഭവം കേരളത്തിൽ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോൾ മാരുതിയുടെ കമ്പനി ഉണ്ടല്ലോ നമ്മുടെ നോയിഡയിൽ. അവിടെയും പിന്നെ തോക്കെടുത്തില്ല, കത്തിയെടുത്തു. 2 പേർ കൊന്നു. തർക്കം വന്നു, കത്തിച്ച് കളഞ്ഞില്ല സ്ഥാപനങ്ങൾ. ഫോർഡിൻ്റെ കമ്പനി കർണാടകയിൽ 450 കോടി നഷ്ടം ഉണ്ടായില്ല, മൊത്തം അടിച്ച് തകർത്തില്ലേ. ഫോർഡിൻ്റെ ഫോർഡിൻ്റെ കമ്പനി തമിഴ്നാട്ടിൽ നിന്ന് പോയെന്താ? ഇന്ത്യയിൽ നിന്ന് പോയത് തമിഴ്നാട്ടിലെ പ്രശ്നമല്ലേ. എന്നാൽ ഇത് ലോകം അറിഞ്ഞിട്ടുണ്ടോ? തമിഴ്നാട്ടിലെ പ്രശ്നം കാരണമാണോ ഫോർഡ് പോയത്? ഫോർഡിന് അവിടെയും പ്രശ്നം വന്നല്ലോ, ഒരു ഘടകം അതുമായിരുന്നു. എന്നാൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു ചെറിയ പ്രശ്നം നമ്മളെല്ലാവരും കൂടി ലോകത്ത് അപ്പം തന്നെ എടുക്കും. ഇപ്പോൾ കസ്റ്റമൈസ് ചെയ്യും. UK ഇംഗ്ലീഷ് വേണമെങ്കിൽ UK ഇംഗ്ലീഷ്, US ഇംഗ്ലീഷ് വേണമെങ്കിൽ എല്ലായിടത്തേക്കും ഉടൻ തന്നെ അയക്കാൻ തുടങ്ങും. മറ്റാരെങ്കിലും ഇതായിരിക്കും. ഇപ്പോൾ കേരളം 1ാം സ്ഥാനത്ത് വന്നു, BRP. നമ്മളെല്ലാം മലയാളി അപ്പോൾ അഭിമാനത്തോട് ഞങ്ങളുടെ 1ാം സ്ഥാനത്ത്, നിങ്ങൾക്ക് ഇവിടെ വരാം എന്ന് പറയുകയല്ലേ വേണ്ടത്. അതിന് വ്യത്യസ്തമായിട്ടോ ഇവിടെ കിട്ടാൻ വഴിയില്ല, ഒരു ആശയക്കുഴപ്പമുണ്ടാകും. അപ്പോൾ പലർക്കും സംശയം വരും. ഇപ്പോൾ നമ്മുടെ ഡോക്ടർ കൃഷ്ണയുള്ള കേട്ടിട്ടുണ്ടോ? പത്മഭൂഷൺ, അദ്ദേഹം നമ്മുടെ കോവാക്സിൻ, ഭാരത് ബയോടെക് അതിൻ്റെ ഉടമയാണ്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ കണ്ടു, ദാവസ്യം കണ്ടു, ഇവിടെ വന്നു. ഇപ്പോൾ തുടങ്ങി കല്ലിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ അവരുടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ കല്ലിടൽ ചടങ്ങിൽ എനിക്ക് 7 ദിവസം കൊണ്ട്, ഞാൻ മന്ത്രി എന്നോട് ആവശ്യപ്പെട്ടു തുടങ്ങണമെന്ന്. പക്ഷെ ഞാൻ ഞങ്ങളുടെ ബോർഡ് കൂടി ചർച്ച ചെയ്തു, തീരുമാനിച്ചു. പിന്നെ ഞാൻ മിനിസ്റ്ററോട് പറഞ്ഞിട്ടേ ഇല്ല, ഓൺലൈനിൽ എല്ലാം ചെയ്തു. എനിക്കൊരു നോഡൽ ഓഫീസറെ കിട്ടി. 7 ദിവസം കൊണ്ട് എല്ലാ ലൈസൻസും കിട്ടി. കിട്ടിക്കേണ്ടാണ് പിന്നെ മിനിസ്റ്റർ വിളിക്കണേ, ഞാൻ തുടങ്ങാണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അതേ ഒരു കാര്യം പറഞ്ഞു. ഇത് കേട്ടിട്ട് ഹൈദരാബാദിലും ദുബായിലും ഞാൻ ചെന്നപ്പോൾ മലയാളികൾ ചെല്ലു വന്നു. അയ്യോ അവിടെ പോലെ ആകെ പ്രശ്നമാണ്, നിങ്ങൾക്കില്ല, ചുവപ്പ് നാട് തന്നെയാണ്, ഭയങ്കര പ്രശ്നമായിരിക്കും. ഇങ്ങനെ നാടിനെ സ്നേഹിക്കുന്ന ആളുകൾ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം ഇവിടെ പരസ്യമായി പറയുക. ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. ഇത് നമ്മുടെ നാട്ടിൽ ധാരാളം ഇൻഡസ്ട്രീസ് ഉണ്ട്, പല കാര്യങ്ങളുമുണ്ട്. നമ്മുടെ നിയമങ്ങൾ കുറച്ചും കൂടെയൊക്കെ ഫ്രണ്ട്ലി ആവേണ്ട ഒരു കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നി. ഞാൻ 1-2 എക്സാമ്പിൾസ് പറയാം. ഞാൻ സാർ ചൈനയിൽ പോയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഞാൻ ചൈനയിൽ പോയിട്ടുണ്ട്. എനിക്ക് ചൈനയിൽ ബിസിനസ് ചെയ്യുന്ന ധാരാളം ആളുകളെ അറിയാം. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരാൾ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്കൊരു സ്ഥാപനമുണ്ട്. ഞാൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മിസ്റ്റേക്ക്, ക്രമക്കേട് കാണിക്കുന്നതും മിസ്റ്റേക്ക് സംഭവിക്കുന്നതും രണ്ടാണല്ലോ. ഇപ്പോൾ എനിക്ക് GST റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു. സ്വാഭാവികമായിട്ടും എന്ത് മിസ്റ്റേക്കുകളും ഒരു ക്രമക്കേടായിട്ടാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ ആ ഒരു ക്രമക്കേട് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഹെവി പെനാൽറ്റി ആയിരിക്കും എനിക്ക് കിട്ടുക.
എനിക്കൊരു ചാൻസ് പോലും തരുന്നില്ല. അത് നിൻ്റെ മിസ്റ്റേക്ക് ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് പോലും കൊടുക്കാനുള്ള നിയമം നമുക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ട്രെയിറ്റ് അവേ ഹെവി പെനാൽറ്റിയാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം എനിക്കൊരു കോൾ വന്നേ ഉള്ളൂ. എനിക്ക് കോൾ വന്നു, ഞാൻ GST ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്, നിങ്ങൾ ഇത്തവണത്തെ ഫയൽ ചെയ്തിട്ടുള്ള 50,000 രൂപ ഫൈൻ വരും കേട്ടോ. ഞാൻ പറഞ്ഞു സാർ ചെയ്യാം, ഓർമ്മിപ്പിച്ചത് നന്ദി, ചെയ്യാം. അപ്പോൾ സ്ട്രെയിറ്റ് അവേ 50,000 രൂപ ഫൈൻ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? എനിക്ക് ആകെ 1-2 ഇൻവോയ്സാണ് ഞാനൊരു മാസം കൊടുക്കുന്നത്. അപ്പോൾ വലിയ വലിയ ആൾക്കാർക്ക് പല സംഭവങ്ങളും നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ ഈ ചൈനയിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആദ്യം നമുക്കൊരു വാർണിംഗ് തരും. ആ വാർണിംഗ് തന്ന് നമുക്ക് എന്തെങ്കിലും അത് നമ്മൾ കറക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും, അല്ലാതെ സ്ട്രെയിറ്റ് അവേ ഉപദ്രവിക്കില്ല. പക്ഷേ ഇവിടെ പല ജീവനക്കാരും സ്ട്രെയിറ്റ് അവേ ഉപദ്രവിക്കുന്ന ഒരു മെൻറ്റാലിറ്റി കാണുന്നുണ്ട്. അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ? GST മാത്രമല്ല ഞാൻ പറയുന്നത്, പല മേഖലകളിലും. ഇപ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പൊല്യൂഷൻ കൺട്രോളിൻ്റെ ഭാഗത്താണെങ്കിലും ഒരു ചാൻസ് കൊടുക്കുന്നില്ല ഒരാൾക്കും മിസ്റ്റേക്സ് ക്ലിയർ ചെയ്യാൻ. അത് പക്ഷേ ഇപ്പോൾ നമ്മൾ മാറി. ഇപ്പോൾ ചട്ടം പഞ്ചായത്ത് തന്നെ ഭേദഗതി ചെയ്തതിൽ ഒരു ഭാഗം ഇതാണ്, നിങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ തന്നെ ഒരു പ്രൊസീജിയർ ഉണ്ട്. ഇപ്പോൾ നേരത്തെ അങ്ങനെയായിരുന്നു, നേരെ പോയി സ്റ്റോപ്പ് മെമ്മോ കൊടുക്കും, ഫൈൻ അടിക്കും. ഇപ്പോൾ അതൊക്കെ മാറ്റി, ഒരു കമ്മിറ്റി തന്നെ വേണം, ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ നമ്മളെല്ലാ നിയമങ്ങളും സിംപ്ലിഫൈ ചെയ്തു യഥാർത്ഥത്തിൽ. ഇപ്പോൾ ഇവിടെ ഒരു MSME നിങ്ങൾക്ക് തുടങ്ങാൻ 3.5 വർഷം ഒരു ലൈസൻസും വേണ്ട. റെഡ് കാറ്റഗറി ആകാൻ പാടില്ല എന്നുള്ളൂ. നേരെ തുടങ്ങാം. കാറ്റഗറി എന്ന് പറഞ്ഞാൽ അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് റെഡ് കാറ്റഗറി പൊല്യൂഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും. അതല്ലാത്ത ഏതും നിങ്ങൾക്ക് നേരെ തുടങ്ങാം. K50 കയറിയാൽ മതി. അടിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് നേരത്തെ അക്നോളജ്മെൻ്റ് ആയിരുന്നു, ഇപ്പോൾ ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ കിട്ടും. ആ ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ നമ്പറാണ് നിങ്ങളുടെ ടെമ്പററി GST നമ്പർ, വേറെ രജിസ്ട്രേഷൻ പോകണ്ട. ഇത് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ബിൽഡിങ്ങിൽ, അപ്പോൾ വീണ്ടും ബിൽഡിംഗ് നമ്പർ എടുക്കണം, പക്ഷേ അതൊരു ടെമ്പററി ബിൽഡിംഗ് നമ്പർ ഇത് തന്നെയായിരിക്കും. ഇലക്ട്രിസിറ്റി കണക്ഷൻ ഈ നമ്പർ ഉപയോഗിക്കാം. നേരെ പോവാം. പക്ഷെ ഒറ്റ കാര്യമുണ്ട്, നിങ്ങളുടെ ഒറ്റ അഫിഡാവിറ്റിൻ്റെ ബലത്തിൽ അത് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾ വ്യവസായം നടത്താൻ പറ്റാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇത് എളുപ്പത്തിൽ വാങ്ങിച്ചത്, നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ അതിവേഗതയിൽ ചെയ്യാനാണ്, നിയമവിരുദ്ധമായ കാര്യങ്ങൾ സൂത്രത്തിൽ ചെയ്യാനല്ല. ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് സാർ ഞാൻ 50 കോടി ഇൻവെസ്റ്റ് ചെയ്തു, K50 വഴി കിട്ടിയതാണ്, ഇപ്പോൾ എനിക്ക് അവരിലെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് നിരത്തിലാണ് വച്ചേക്കണേ. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് നിയമപ്രകാരമായിരിക്കണം, അവർ അഫിഡാവിറ്റ് കൊടുക്കണം. ഇപ്പോൾ നിങ്ങളുടെ എല്ലാ രേഖകളോടും കൂടി ഒരു ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റ് 50 കോടിക്ക് മുകളിലുള്ളത് കൊടുത്താൽ 7 ദിവസം കൊണ്ട് നമ്മൾ ലൈസൻസ് കൊടുക്കും, കോമ്പോസിറ്റ് ലൈസൻസ്. എല്ലാ രേഖകളും വേണം, അതിന് ബാക്ക് ഓഫീസ് ഉണ്ട്. ഇത് കൂടാതെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടത്തിയില്ലേ IKGS, അതൊരു ഇവൻ്റ് ആയിരുന്നില്ല, ഒരു പ്രോസസ്സായിരുന്നു. പ്രിപ്പറേറ്ററി, പിന്നെ ഇവൻറ്റ്, പിന്നെ പോസ്റ്റ് പ്രോഗ്രാംസ്. ഇപ്പോൾ 101 പദ്ധതി ഞാൻ കല്ലിട്ട് കഴിഞ്ഞു. ഞാൻ ചിലത് എനിക്ക് പോകാൻ പറ്റില്ല, അത് പോകാൻ പറ്റിയില്ല. 32% EOE കൺവേർട്ടഡ് ടു കൺസ്ട്രക്ഷൻ സ്റ്റേജ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട്. നമ്മൾ എത്ര സബ്മിറ്റുകൾ നടത്തിയിട്ടുണ്ട് നിങ്ങൾ തന്നെ നോക്കൂ, എന്താ റിസൾട്ട്. ഇത് നമ്മൾ തൊട്ട് കാണിക്കും. ഇവരാൾ പറയുന്നത് ഉണ്ടോ, നമുക്ക് ഒന്നിച്ച് പോവാം, 1 ഇത് 2 ഇത് 3 ഇത് 4 ഇത് 5 ഇത്. ഇപ്പോൾ എനിക്ക് സമയമില്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെ വിടാം, നിങ്ങൾ പോയി കണ്ടിട്ട് വന്നോളൂ. കൺസ്ട്രക്ഷൻ ചെറുത് ഉദ്ഘാടനത്തിലേക്ക് എത്തുന്നു, അതിവേഗത്തിൽ നടക്കുകയാണ്. ഇങ്ങനെയുള്ള നമ്മൾ നോഡൽ ഓഫീസറെ കൊടുക്കും. അപ്പോൾ ഇപ്പോൾ ഭക്തൻ ഇതിട്ട് വന്നു, നിങ്ങൾക്ക് പണ്ട് ഇൻഷുറൻസുകാരും വിളിക്കിട്ട് ശല്യപ്പെടുന്നു പറഞ്ഞ പോലെ ഇവർ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കും, നിങ്ങളത് തന്നില്ല, ഇൻസെൻറ്റീവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ പണ്ടത്തെ ഒരു ഓഫീസിലൊന്നും പോകണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫോൺ വെച്ച്, ഞങ്ങളുടെ ശ്രമം വെച്ച് ഇത് വെച്ചെല്ലാം നടക്കണം. ഇപ്പോൾ കറണ്ട് ചാർജ് അടയ്ക്കാൻ ഓഫീസിൽ പോകണ്ട, റവന്യൂ ഒന്നും ഓഫീസിൽ പോകണ്ട, ബിൽഡിംഗ് പെർമിറ്റ് ഓഫീസിൽ പോകണ്ട, വ്യവസായ ലൈസൻസിന് ഓഫീസിൽ പോകണ്ട, നിങ്ങളുടെ പ്ലാൻ അംഗീകരിക്കാൻ ഓഫീസിൽ പോകണ്ട, ബർത്ത് സർട്ടിഫിക്കറ്റ് ഓഫീസിൽ പോകണ്ട. നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ഒരാൾ അമേരിക്കയിൽ പോയി, ഒരാളവിടെ നിൽക്കുന്നു, വീഡിയോ കോളിൽ വന്നാൽ മതി, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഇപ്പോൾ ഞങ്ങൾ പുതിയ നിയമം പാസ്സാക്കി, ഞാൻ അവതരിപ്പിച്ചു, ഇപ്പോൾ നിയമസഭ പാസ്സാക്കി, ഓർഡർ ഒപ്പിച്ചു. എന്നുവെച്ചാൽ ഞങ്ങൾ പുതിയ നിയമപ്രകാരം എല്ലാ സേവനങ്ങളും നോട്ടിഫൈ ചെയ്യണം. ഇത്ര ദിവസം കൊണ്ട് കൊടുക്കുമ്പോൾ ചെയ്തില്ല ഉദ്യോഗസ്ഥർ നമ്മൾ 10,000 രൂപ ഫൈൻ അടിക്കും. അതിൽ സ്പെഷ്യൽ സർവീസസ് ഉണ്ട്. ആ സർവീസ് നോട്ടിഫൈ ചെയ്ത സർവീസ് 5 ദിവസം കൊണ്ട് കിട്ടേണ്ടതാണെങ്കിൽ കിട്ടിയില്ല, ഒരു നെക്സ്റ്റ് 5 days കൂടി കഴിഞ്ഞാൽ ഡീം ടു ബി അപ്രൂവ്ഡ്. പിന്നെ നിങ്ങൾ ഓഫീസിൽ കയറേണ്ട, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. മറ്റ് സർവീസ് നിങ്ങൾക്ക് കിട്ടിയില്ല, ഇപ്പോൾ 10 ദിവസം കൊണ്ട് കൊടുക്കണം. ചിലത് ഡീംഡ് ആക്കാൻ പറ്റില്ല. 10 ദിവസം കൊണ്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാം. ഈ ഉദ്യോഗസ്ഥൻ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ 10,000 രൂപ ഫൈൻ അടിക്കാം. ഈ അപ്പീൽ ആളും ചിലപ്പോൾ ഉദ്യോഗസ്ഥരായിട്ട് 2 പേരും ഉദ്യോഗസ്ഥരല്ലേ,
അയാൾ വീഴ്ച വരുത്തിയാൽ അയാൾക്കും ഫൈൻ അടിക്കാം. പക്ഷേ ഇതെല്ലാം ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു നമ്മൾ റൈറ്റ് ടു സർവീസ് സേവനാവകാശ കമ്മീഷൻ, ഒരു ഇൻഡിപെൻഡൻ്റ് അതോറിറ്റി. ഇപ്പോൾ നിങ്ങളൊരു സർവീസ് നോട്ടിഫൈ ചെയ്ത് കിട്ടിയില്ല എങ്കിൽ ഈ അതോറിറ്റിക്ക് കൊടുത്താൽ മതി. വിവരാവകാശ കമ്മീഷൻ പോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആണ്. അവർക്ക് ഏത് ഓഫീസിലും കയറി പരിശോധിക്കാം. ഉദ്യോഗസ്ഥന് 15,000 രൂപ 15,000 രൂപ ഫൈൻ ഈടാക്കാം. ഡിസിപ്ലിനറി ആക്ഷൻ റെക്കമെൻഡ് ചെയ്യാം. അപ്പോൾ പല്ലും നഖമുള്ള സംവിധാനം ഇപ്പോൾ നമ്മൾ പാസ്സാക്കി ഈ കഴിഞ്ഞ നിയമസഭയിൽ. അപ്പോൾ ഇത് കേരളം പഴയ കേരളമല്ല, ഇപ്പോൾ ടോട്ടൽ ചേഞ്ച്. അപ്പോൾ ഈ ഓഫീസുകളിൽ എഴുതിയിരിക്കുന്ന ഇത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കണമെന്ന് പറയുന്ന ആ ഒരു സേവനം അത്ര ദിവസത്തിനുള്ളിൽ ചെയ്തിരിക്കണം എന്നാണ് മസ്റ്റ്. അപ്പോൾ അതിനകത്ത് ആ ഉദ്യോഗസ്ഥന് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ആ റിക്വസ്റ്റ് ചെയ്ത ആളെ വിളിച്ചു വരുത്തി അന്വേഷിക്കണം. കൃത്യസമയത്ത് തന്നെ കൊടുത്ത് ഇതിടണം. കൊറിയിടാൻ പറ്റില്ല അധികം. നിങ്ങൾ ഇപ്പോൾ പുതിയ രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ അപേക്ഷയായിട്ട് വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ കൊടുക്കുന്നു. ഓൺലൈനിൽ നിങ്ങൾ ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ചില പണ്ടത്തെ സ്ഥിതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് ഇല്ലോ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ വീണ്ടും ഓടാൻ തുടങ്ങും. ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാലും തിരക്കേടില്ല, മറ്റേ സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് ചോദിക്കും. അപ്പോൾ വീണ്ടും ഓടാൻ തുടങ്ങും. ഇപ്പോൾ അത് പറ്റില്ല. ഇപ്പോൾ ചെക്ക് ലിസ്റ്റ് നിങ്ങൾ ആദ്യം തന്നെ ടിക്ക് ചെയ്ത് ഒരിക്കൽ ഇത് പറഞ്ഞാൽ പിന്നെ വീണ്ടും എടുക്കാൻ പറ്റില്ല. ഓൺലൈനാണെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ അതിനകത്തുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള കോളംസിലെല്ലാം വേണം. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സിസ്റ്റം ഇസ് ചേഞ്ചിങ്. പെർഫെക്റ്റ് കംപ്ലീറ്റ് പെർഫെക്റ്റ് ഉണ്ടാവില്ല നമ്മൾ, പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മളിപ്പോൾ വളരെ മുമ്പിലാണ്. നമ്മുടെ LSTD മാറി. നേരത്തെ പഞ്ചായത്തുകൾ ഭരണസമിതികളൊക്കെ ആയിരുന്നു കുറേ പ്രശ്നങ്ങൾ. ഇപ്പോൾ അവരെല്ലാം മാറി. അപ്പോൾ നമ്മൾ പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഇനി കുറേ കൂടി നമ്മൾ വിസിബിൾ ആക്കണം. ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഭക്തൻ തന്നെ പുതുതായിട്ടല്ലേ. അപ്പോൾ സാധാരണ ഇതൊന്നും അങ്ങനെയൊന്നും ഫോളോ ചെയ്യാത്ത ആളുകളുടെ കാര്യം പറയണം. ഇപ്പോൾ കൗതുകകരമായ കാര്യം, ഞാനിപ്പോൾ ഈ ബില്ല് അവതരിപ്പിച്ചപ്പോൾ നേരത്തെ ഒരു ബില്ലുണ്ട് ഒരു 15 കൊല്ലമായിട്ട്, റൈറ്റ് ടു സർവീസ്. അതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന് 5,000 രൂപ വരെ ഫൈൻ ഈടാക്കാൻ ക്ലോസ് ഉണ്ടായിരുന്നു. പക്ഷേ കേരളത്തിൽ കഴിഞ്ഞ 15 കൊല്ലം എല്ലാ സർട്ടിഫിക്കറ്റും കൃത്യസമയത്ത് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നതിനായിരിക്കാം ആർക്കും ഫൈൻ ഈടാക്കിയിട്ടില്ല. ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. മീഡിയ, അപ്പോൾ IMG റിപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം മീഡിയ പോലും ഇത്തരം കാര്യങ്ങൾ അറിയിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഞങ്ങളുടെ കയ്യിലല്ല ശരിയായ അധികാരം, ജനങ്ങളുടെ കയ്യിലാണ് എന്ന് ഉദ്യോഗസ്ഥരോട് പറയുന്ന നിയമമാണ് ഇപ്പോൾ നമ്മൾ പാസ്സാക്കിയിരിക്കുന്നത്. അപ്പോൾ നല്ല മാറ്റം വന്നിട്ടുണ്ട് നിയമങ്ങളിൽ. സേവന മേഖലകളിൽ പ്രത്യേകിച്ച് ധാരാളം പ്രോബ്ലംസ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് കുറേയധികം പ്രോബ്ലംസ് കേട്ടിട്ടുള്ളത്. സർവീസ് ഇൻഡസ്ട്രി അതിൽ റീസെൻ്റായിട്ട് നമ്മൾ കാണുന്നൊരു വലിയൊരു പ്രശ്നമാണ് ഈ ഓൺലൈൻ ടാക്സികളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഊബർ, ഓല, കേരള സവാരി തുടങ്ങിയ പല ഓൺലൈൻ ആപ്പുകൾ വഴി ഉപയോഗിക്കുന്ന ടാക്സി സർവീസുകളെ പല സ്ഥലത്തും എതിർക്കുന്നു. അപ്പോൾ ഇടയ്ക്ക് ഗതാഗത മന്ത്രിയുടെ ഒരു പ്രസ്താവന കണ്ടു, അവരും ലീഗലായിട്ടുള്ള പ്രവർത്തിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി അത് മാറ്റി പറഞ്ഞു. അപ്പോൾ ഇത് മൊത്തത്തിൽ ആളുകൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉളവാക്കുന്നൊരു കാര്യമാണ്. ലീഗലല്ലാത്ത രീതിയിൽ ഒരിക്കലും ഒരു പ്രസ്ഥാനത്തിൽ ഇത്രയും നാൾ പ്രവർത്തിക്കാൻ സാധിക്കില്ലല്ലോ. രണ്ട് കൂട്ടരും ടാക്സി തൊഴിലാളികൾ തന്നെയാണ്. അതൊക്കെ ശരിക്കും ഈ ഒരു ലോകത്തെല്ലാ രാജ്യങ്ങളിലുമുള്ള ഒരു സംരംഭമാണല്ലോ ഈ യൂബർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓൺലൈൻ ടാക്സി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പോലും കേരളത്തിൽ എന്താണ് നമുക്ക് ഇത്ര ബുദ്ധിമുട്ട്? ഇതിൻ്റെ ഒരു കാര്യം കൂടെ പറയാം. ഗോവയിൽ ഇപ്പോഴും ഓൺലൈൻ ടാക്സി ലീഗലായിട്ട് തുടങ്ങിയിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. അവിടെ ഇപ്പോഴും ട്രഡീഷണൽ ടാക്സിയേ ഉള്ളൂ. അത് അവിടെ വരുന്ന ടൂറിസ്റ്റുകൾ സഫർ ചെയ്യുന്നുണ്ട്. നമുക്കിതൊക്കെ ഉണ്ടായിട്ടും എന്താണ് ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പ് കാണുന്നത്? ആക്ച്വലി അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഊബർ നമ്മളോട് കുറേ കൂടി കടപ്പാടുള്ള ഒരു സംവിധാനമാണ്. കാരണം ഊബറിൻ്റെ പ്രോഗ്രാം എവിടെ വെച്ച് എഴുതിയെന്നറിയും. നമ്മൾ പറഞ്ഞു നേരത്തെ വർക്കലയില്ല, ഒരു ബസ്സിൽ കയറി അങ്ങനെയാണ് 1 മാസം അവിടെ താമസിച്ചിട്ടാണ് എഴുതിയത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് വർക്ക് ഫ്രം ഹോം, വർക്ക് ഫ്രം കേരള. ഇവിടെ വരാം, നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ടെക്നോളജി നമ്മൾ എത്ര വിചാരിച്ചാലും അത് മാറിക്കൊണ്ടിരിക്കും. ചില ഡിസ്പ്ലേസ്മെൻറ്റ് വരും. അപ്പോൾ അത് ഞാനിവിടെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ 2015-18 കാലം അന്ന് ഈ ടാക്സി ഡ്രൈവർമാരെ ഞാൻ വിളിച്ചു. നിങ്ങൾക്കിതൊന്ന് മാറി തടഞ്ഞൊന്നും ഇത് നേരിടാൻ പറ്റില്ല, നിങ്ങളിതിനോട് മത്സരിക്കണം. അങ്ങനെ ഞാനൊരു IT കുട്ടികളെയൊക്കെ വെച്ചിട്ട് ഇവർക്കൊരു സോഫ്റ്റ്വെയർ, കേരള ടാക്സിയാണോ കൊച്ചി കേരള സവാരി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ നമ്മൾ അതുകൊണ്ട്. പക്ഷെ അവരോട് ഒരു പ്രശ്നം വന്നത് ഈ ഡ്രൈവർമാർ മാനസികമായിട്ട് സജ്ജമായില്ല. കാരണം നിങ്ങളിപ്പോൾ പഴയ രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എടപ്പള്ളി നമ്മൾ എറണാകുളത്തേക്ക് ടാക്സി പിടിക്കുന്നു. ടാക്സി പിടിച്ചു കഴിഞ്ഞാൽ ഈ ടാക്സി പോയി തിരിച്ചുള്ള കാശ് കൂടി അവർ നമ്മുടെ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. കാരണം അയാൾക്ക് റിട്ടേൺ കിട്ടുന്ന ഉറപ്പില്ല. ഇവിടെ തിരിച്ച് ഈ സ്റ്റാൻഡിലേക്ക് വരണം. ഈ സ്റ്റാൻഡ് കോൺസെപ്റ്റ്. അപ്പോൾ ഞാനിവിടെ സ്റ്റാൻഡ് കോൺസെപ്റ്റ് മാറേണ്ടി വരും.
നിങ്ങൾക്ക് പോവും, നിങ്ങൾ പോവും, തിരിച്ച് നിങ്ങൾക്ക് അവിടെ നോട്ടം കിട്ടും, അവിടെ കിടക്കണം. അപ്പോൾ ഈ അവിടെ നിങ്ങൾ അങ്ങനെ കൺസെൻസിലേക്ക് എത്താൻ കുറേ സമയം എടുത്തു, കണ്ടത് അങ്ങനെ അങ്ങ് പോയില്ല. അപ്പോൾ നമുക്കിപ്പോൾ ചിലർ പറയുന്നു ചെറുകിട കച്ചവടക്കാർ ഞങ്ങളുടെ കച്ചവടം പോകുന്നു, ഓൺലൈൻ പോകുന്നു. അതെ, ഇത് ഞാൻ അപ്പോൾ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ നോക്കുകൂലി ചോദിക്കുകയാണ്. അപ്പോൾ അതെ, നോക്കുകൂലി അവർക്ക് മാത്രമല്ല നിങ്ങൾക്കും വരും. കാരണം ഇത് കടയിൽ നിന്ന് ഓൺലൈൻ പോകുന്നു, അപ്പോൾ ആ സാധനത്തിനനുസരിച്ച് ഞങ്ങൾക്ക് വരുമാനം വേണമെന്ന് പറഞ്ഞാൽ ചിത്രം മാറി. അപ്പോൾ ടെക്നോളജി വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക ആളുകൾക്ക് യൂസർ ഫ്രണ്ട്ലി ആണല്ലോ. അപ്പോൾ യൂബർ സംവിധാനങ്ങൾ നമുക്ക് അത്തരം ഇതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല, നമ്മളതിലേക്ക് എക്യുപ്ഡ് ആവുകയാണ് ചെയ്യേണ്ടത്. മറ്റൊരു ഭാഗം ഇപ്പോൾ ഭക്തൻ പറഞ്ഞുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നത്, ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ്. എല്ലാ രാജ്യങ്ങളിലും ഉണ്ടല്ലോ എന്ന്. ഗോവ നോക്കിക്കഴിഞ്ഞാൽ യൂബറില്ല. ഊബർ ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ട്, പക്ഷെ സമ്മതിക്കില്ല അവർ ഓടിക്കാൻ. അവരുടെ സഫാരി ഉണ്ട്, അത് പക്ഷേ അത്ര എഫക്റ്റീവ് അല്ല. അപ്പോൾ അതാണ് ഗോവ. അപ്പോൾ ഇത് ഗോവയുടെ കാര്യം ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല. എല്ലാവർക്കും അറിയാം, നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അറിയാം പൊതുവെ. പക്ഷേ കേരളത്തിൽ വന്ന് ലോകം പെട്ടെന്ന് അറിയുകയും ചെയ്തു. ഒരു വീഡിയോ വന്നു ഗോവനെ പറ്റി ഭയങ്കരമായിട്ട് ഈ കാര്യത്തിൽ ഇത് വന്നപ്പോൾ ചിലർ ഇതിനു മുമ്പ് തന്നെ ഗോവനെ പറ്റി ഭയങ്കരമായിട്ടുള്ള ഫസ്റ്റ് ഓഫ് ഓൾ ഗോവൻ ടൂറിസം ഈസ് ഗോയിങ് ഡൗൺ എന്നാണ് പറയുന്നത്. നമ്മുടെ ഡൊമസ്റ്റിക് ടൂറിസം ഭയങ്കരമായിട്ട് കൂടി, ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകൾ കുറഞ്ഞു. അവിടെ വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ട്. ഗോവയുടെ ഒരു പഴയ സ്റ്റാൻഡേർഡ്സ് പോയി. ഗോവൻ ബീച്ചസ് ഡേർട്ടി ബീച്ചസ്, മൊത്തം പശുവും ചാണകമൊക്കെയാണ് ബീച്ചിൽ കംപ്ലീറ്റ്. ഒരു വൃത്തിയില്ലാത്ത ബീച്ചുകളായി മാറി. ഗോവ ഭയങ്കരമായിട്ട്, ശരിക്കും സാറിന് ഇവിടെ നിന്ന് ഗോവ പോയി വരുന്നതിൻ്റെ അതേ ചിലവിന് വേണമെങ്കിൽ ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് വരാം. അത്ര എക്സ്പെൻസീവാണ് ഹോട്ടൽസും റിസോർട്ട്സും ബീച്ച് സംഭവങ്ങളും എല്ലാം. ആളുകളെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ പല കാര്യങ്ങളും. ഇപ്പോൾ ഈ ടാക്സി പോലും ചൂഷണമാണ് സാർ. നമുക്കറിയാം ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ പോകണമെങ്കിൽ എത്ര രൂപയാവുന്നുള്ളത്. അപ്പം ഓൺലൈൻ ടാക്സി പോലും ഇല്ലാത്ത ആ സ്ഥലത്ത് അവർ ചൂഷണം ചെയ്യുകയാണ്. അപ്പോൾ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. ഒരു തവണ പോയി രണ്ടാമത് പോവില്ല. റീസെൻ്റ് ആയിട്ട് നമ്മുടെ മൂന്നാറിലെ ഇൻസിഡൻ്റ് ഒക്കെ സാർ കണ്ടതല്ലേ? അതായത് തന്നെ നമ്മളിപ്പോൾ ആ ഘട്ടം നോക്കിക്കൊള്ളു. ഒരു ടാക്സി ഡ്രൈവറുടെ ഒരു കുറിപ്പ് വന്നിരുന്നു. RSSൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ കണ്ടിരുന്നു. ഇല്ല, കണ്ടില്ല. വളരെ വൈറലായിരുന്നു. ഇയാൾ RSSൻ്റെ 3rd ലെവൽ ലീഡറാണെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം കേരളത്തിൽ പോയതിന് ശേഷം ആദ്യം ടാക്സി ഇയാളുടെ എന്തോ ചെക്ക് വരെ എന്തോ കുത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് അകർച്ചയിലാണ് ഇയാൾ നിൽക്കുന്നത് തന്നെ. പക്ഷെ 2-3 ദിവസം കൊണ്ട് പുള്ളി മാറിപ്പോയി. ഇതാണ് കേരളം ഞാൻ കരുതിയില്ല. ഞങ്ങളുടെ അവിടെയാണെങ്കിൽ ഇത്ര വൃത്തിയൊന്നും ഉണ്ടാവില്ല. ഓരോ ക്ഷേത്രം കാണാനാണല്ലോ ഒരു കൂടുതൽ വരുന്നത്. ക്ഷേത്രത്തിന് മുൻപിലൊക്കെ ഭിക്ഷക്കാരും തിരക്കും അഴുക്കുമാണ്. ഇതെന്താ വൃത്തി ഇവിടെ, മനുഷ്യരുടെ പെരുമാറ്റം, ഒരിടത്തും ആളില്ലാത്ത അവസ്ഥയില്ല, എല്ലായിടത്തും വളരെ സജീവം. അപ്പോൾ അദ്ദേഹം നീ വീണ്ടും വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ടാക്സി ഡ്രൈവറുടെ കുറിപ്പ് വളരെ വൈറലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സഞ്ചാരി, ഇത് രാഷ്ട്രീയമാകട്ടെ, കേരളത്തെ സ്നേഹിക്കുന്ന ഒരാളാക്കി മാറ്റാൻ ഒരു ടാക്സി ഡ്രൈവർക്ക് കഴിഞ്ഞു. അപ്പം അങ്ങനെ കരുത്തുണ്ട് നമുക്ക്. പക്ഷേ ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം നമ്മൾ കർശനമായി നേരിടണം. ഒപ്പം തന്നെ അവരെ എക്യുപ്ഡ് ആക്കണം. ഡിസ്പ്ലേസ്മെൻറ്റ് വരുമ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ വരും. നമ്മൾ വണ്ടി ഇടുന്നു, ഒന്നും കിട്ടുന്നില്ല, പ്രശ്നങ്ങൾ. അപ്പോൾ അവരെ നമ്മൾ എങ്ങനെ ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാം, അത് ഞങ്ങൾ കുറേ കൂടി ഈ കേരള സഫാരി ആകാൻ കുറേ കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ടും മറ്റും ഉപയോഗിക്കാനും അവരുടെ തൊഴിൽ സംരക്ഷിക്കാനും കഴിയുന്ന രൂപത്തിലേക്ക് തന്നെ നമ്മളും കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിൽ ടൂറിസം മേഖലയിൽ ധാരാളം സ്ഥാപനങ്ങൾ വരികയും പൂട്ടിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരെണ്ണം വരുന്നതിന് മുൻപ് തന്നെ പോയ ഒരു സംഭവമാണ് നമ്മുടെ കാപ്പിക്കോ റിസോർട്ട്. സാറിനറിയാം, അതൊരു ലീഗൽ പ്രശ്നം കാരണം പൂട്ടിപ്പോയൊരു സംഭവമാണ്. അപ്പോൾ പൊളിച്ചുപോയൊരു സംഭവമാണ്. ശരിക്കും അത് ഒരു തികച്ചും ആരുടെയും അറിവില്ലാതെ അത്രയും നിർമ്മിക്കാനോ മറ്റോ ഒന്നും സാധിക്കില്ലല്ലോ. അപ്പോൾ എന്തായാലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇത് നടപടികളൊക്കെ കഴിഞ്ഞിട്ടല്ലേ അത്രയൊക്കെ നിർമ്മിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ശരിയാണ്, കോടതിയിൽ പോയി കോടതിയുടെ ഒരു തീരുമാനമായിരുന്നു അത് പൊളിച്ച് കളയുക എന്നുള്ളത്. ഈവൻ നമ്മുടെ മരട് ഫ്ലാറ്റ് പോലും അത്രത്തിൽ സംഭവിച്ചാണ്. മരട് ഫ്ലാറ്റിൽ ആളുകൾ താമസിച്ചിരുന്നതാണ്, അവിടെ കറണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, അവർ ടാക്സ് കരമടച്ചുകൊണ്ടിരുന്ന എല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ശിക്ഷിക്കപ്പെട്ടത് അൾട്ടിമേറ്റ്ലി എൻഡ് യൂസറാണ്, ആ ഫ്ലാറ്റ് വാങ്ങിച്ച ആൾക്കാരാണ്. പകരം അവിടെ ആ ഒരു ഫ്ലാറ്റിന് അപ്രൂവൽ കൊടുത്തവരോ അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥനും നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ല, അതിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ റിസോർട്ട് നോക്കുമ്പോൾ മാലി നോക്കൂ, കടലിനുള്ളല്ലേ റിസോർട്ടിലിരിക്കുന്ന പലയിടത്ത്. നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഇതനുസരിച്ച് കോടതിയാണ് നടപടി സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോൾ ഇന്ന് പത്രങ്ങൾ വന്ന ഇന്നലത്തെ കോടതി വിധിയുണ്ട്. പൊളിച്ചു കളയുന്നത് കൂടുതൽ മലിനീകരണം ഉണ്ടാകും, കൂടുതൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നു. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ശരിക്കും കോടതികൾ ചെയ്യേണ്ടിയിരുന്നത് ഒരു കനത്ത ഫൈൻ ഈടാക്കാം, ഗവൺമെന്റ് ഏറ്റെടുത്തോളാൻ പറ. നന്നായിട്ട് അല്ല, അക്വയർ നമുക്ക് പറ്റില്ല, അവർ പറയണം കോടതി, നിങ്ങൾ ഗവൺമെൻറ് അടുത്ത് ഇവർക്ക് എന്താ അവർക്ക് കുറച്ച് ചിലവായിട്ടുണ്ടാവും,
അപ്പോൾ അതിൽ നിന്ന് കോടതിയുടെ കാഴ്ചപ്പാട്. പിന്നെ പാരിസ്ഥിതിക ലംഘനങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. കാരണം നമ്മുടെ ഒരു വളരെ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ആണല്ലോ കേരളം. നമ്മളെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു 1.16% സ്ഥലമുള്ളൂ. CRZ, വെസ്റ്റേൺ ഗട്ട് റെഗുലേഷൻ, വെറ്റ്ലാൻഡ് റെഗുലേഷൻ, ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചേഞ്ച്. ഇപ്പോൾ വൃശ്ചിക മാസം, നല്ല തണുപ്പിൻ്റെ മാസമല്ലേ, എല്ലാ ദിവസവും മഴയില്ലേ രാവിലെ. അപ്പോൾ നമ്മൾ പാരിസ്ഥിതികമായി നോക്കണം. പക്ഷേ അതിനകത്ത് വരുന്നതിൽ ഇപ്പോൾ മരടിൻ്റെ സീസണിന് പൊളിച്ചു കഴിഞ്ഞാൽ അവിടെ പൊളിക്കുമ്പോൾ സമയത്ത് അവിടെ വീണ്ടും പണിയാനുള്ള കാറ്റഗറിയിലേക്ക് വന്നു. അപ്പോൾ അതൊക്കെ കേവല സാങ്കേതികതത്തിനപ്പുറത്ത് കോടതികൾ കുറച്ചുകൂടി യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടിരുന്നെങ്കിൽ അത് സ്റ്റേറ്റ് എക്സ്ചക്കറിനാണ്, നമ്മുടെ പൊതുവെയുള്ള സമ്പദ്ഘടനയ്ക്ക് നഷ്ടമല്ലേ. അതൊക്കെ അവർ ശ്രദ്ധിക്കേണ്ട ഭാഗം തന്നെയാണ്. സ്റ്റേറ്റിൻ്റെ ഭാഗത്തുനിന്ന് ആ സമയത്ത് ഇതിനെ ഇതാക്കുന്നതിന് വേണ്ടി കാര്യമായിട്ടുള്ള ഇടപെടലുകളൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് നിയമം ഉണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ് ഈ ഭാഗങ്ങളെല്ലാം. പക്ഷെ കോടതി വളരെ അടമൻ്റായിരുന്നല്ലോ. വേണമെങ്കിൽ ആരും പൊളിച്ചിട്ട് ജഡ്ജി തന്നെ നേരിട്ട് ഒന്ന് പൊളിക്കുന്ന മട്ടായിരുന്നല്ലോ അവസാനം. അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ശരിക്കും പുതിയൊരു പ്രസ്ഥാനവുമായിട്ട് വരുന്ന ആളുകളെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യില്ലേ? കാരണം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഞാനൊരു സ്ഥലം വാങ്ങിച്ചു, ഞാൻ അവിടെ ഒരു പെർമിറ്റൊക്കെ കിട്ടി, ഞാൻ അവിടെ എന്തെങ്കിലും ഒരു സംരംഭം പടുതു, നാളെ പറയുകയാണിത് പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടാണല്ലോ. അപ്പോൾ അതിന് മുമ്പ് ഇപ്പോൾ എനിക്കൊരു സിസ്റ്റം പോലും ഇല്ല. അതായത് എനിക്ക് ഇവിടെ ഈ സ്ഥലത്ത് ഇവിടെ പണിയാൻ സാധിക്കുമോ എന്നുള്ളത് ആ സ്ഥലം വാങ്ങുന്നതിന് മുമ്പ് പോലും എനിക്ക് ചോദിച്ച് ഒരാൾ ഉത്തരം പറയാനുള്ള സിസ്റ്റം പോലും ഇല്ല. ഇനി അങ്ങനെ കിട്ടിയാൽ പോലും നാളെ ഇങ്ങനെ ഉണ്ടാവില്ല. ആ ഒരു ഒന്നും നടക്കുന്നില്ലല്ലോ. അതിനകത്തൊരു അടിസ്ഥാനത്തിൽ ബയ്യർ ബിവെയർ എന്നാണ്, നമ്മുടെ സ്ഥലം വാങ്ങുന്ന ആൾ അറിഞ്ഞിരിക്കണമെന്നാണ്. അപ്പോൾ അതനുസരിച്ച് അറിയണം. പിന്നെ ഇപ്പം നിങ്ങൾ പറഞ്ഞ ഭാഗം നമ്മുടെ കെ-സ്മാർട്ടിൽ പോയാൽ, മൊബൈലിൽ പോയി കഴിഞ്ഞാൽ ഈ സ്ഥലം ഇപ്പോൾ കമേഴ്സ്യലാണോ റെസിഡൻഷ്യലാണോ അതോ മറ്റ് ഇൻഡസ്ട്രിയൽ ഏരിയ ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഉദ്യോഗസ്ഥർക്കും ഇതിനൊന്നും പറയാം, തട്ടിപ്പ് നടത്താൻ പറ്റില്ല, നിങ്ങൾക്കും അറിയാൻ പറ്റും നമ്മുടെ കെ-സ്മാർട്ട് സംവിധാനം. അപ്പോൾ അത് ഒരു മാറ്റം നമ്മളിപ്പോൾ വരുത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം പോർട്ട് നല്ലൊരു പ്രൊജക്റ്റായിരുന്നല്ലോ. കേരളത്തിൻ്റെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു വിഴിഞ്ഞം പോർട്ട്. അദാനിയാണ് അതിൻ്റെ സംഭവങ്ങൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ട് ഇപ്പോൾ അദാനിയാണ് മാനേജ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ യൂസർ ഫീ പിരിക്കുന്ന ഒരു എയർപോർട്ട് തിരുവനന്തപുരം എയർപോർട്ടായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. യൂസർ ഫീ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടിക്കറ്റിൻ്റെ ഒരു ഭാഗമാണല്ലോ, പാസഞ്ചറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന. കൊച്ചി എയർപോർട്ടിനെക്കാട്ടിൽ എക്സ്പെൻസീവ് ആയിട്ടാണ് തിരുവനന്തപുരം എയർപോർട്ട് അത് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതേസമയം LDFൻ്റെ പല ഇതിലും കുത്തകകൾക്കെതിരായിട്ടുള്ള ഇപ്പോൾ അദാനിയെ വിമർശിച്ചുകൊണ്ടും അംബാനിയെ വിമർശിച്ചുകൊണ്ടുമുള്ള പല സംഭവങ്ങളും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിന് ഇതുപോലെ ഇവരെ പോലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിന് വേണ്ടതല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ കണ്ടീഷൻസ് നമ്മളിപ്പോൾ ഇന്ത്യയിലാണല്ലോ. ഇപ്പോൾ ചൈനയിൽ നിങ്ങൾ പറഞ്ഞല്ലോ, ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ രീതി വേറെയാണ്, സിസ്റ്റം വേറെയാണ്. ഇപ്പം നമ്മൾ ഇന്ത്യക്കകത്താണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ അദാനിക്ക് തിരുവനന്തപുരം എയർപോർട്ട് കൊടുക്കുമ്പോൾ ഞങ്ങളെതിരായിരുന്നു. സുപ്രീം കോടതി വരെ പോയി, പക്ഷേ സുപ്രീം കോടതി അംഗീകരിച്ചില്ല. പിന്നെ ഇതൊരു റിയാലിറ്റി. പിന്നെ നിങ്ങൾക്ക് എതിർത്ത് നിന്നിട്ട് കാര്യമില്ല. പിന്നെ അത് റിയാലിറ്റിയായി മാറുമ്പോൾ നാടിന് വേണ്ടി അത് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ സഹായിക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ഞങ്ങളത് എതിർത്തതാണ്, അത് നിൽക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എയർപോർട്ട് ഇറങ്ങാതെ നിന്നാൽ അത് നമുക്ക് ഗുണമല്ല. നമ്മൾ സ്റ്റേറ്റിന് സിയാൽ മോഡലാക്കാൻ നമ്മൾ പറഞ്ഞു, അവർ സമ്മതിച്ചില്ല. പിന്നെ 1957 EMS മുഖ്യമന്ത്രിയാകുന്നത്. അന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രധാന മുദ്രാവാക്യം ടാറ്റ, ബിർള, ഗോയങ്ക, ഡാൽമിയ തുലയട്ടെ എന്നാണ്. പക്ഷേ EMS നേരെ ബിർളയെ ചായക്ക് വിളിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ക്ഷണിച്ചു. അങ്ങനെയാണ് ഗോളിയർ റവൻസ് തുടങ്ങുന്നത്. അപ്പം ഞങ്ങൾ ഒരു സിസ്റ്റം ഇന്ത്യക്കകത്താണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഞങ്ങളിത് കഴിഞ്ഞ സോഷ്യലിസവും കമ്മ്യൂണിസ്റ്റൊക്കെ വരട്ടെ, അപ്പോൾ നിങ്ങൾക്ക് തൊഴിൽ നൽകാമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ സിസ്റ്റത്തിൽ തന്നെ ചെയ്യാൻ കഴിയാവുന്ന പരമാവധി ഓൾട്ടർനേറ്റീവ് ചെയ്യണം. ചെയ്യുമ്പോൾ എങ്ങനെ പരമാവധി ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഇൻക്ലൂസീവ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത്. കാരണം മറ്റ് വൻകിട കുത്തകൾ മാത്രമേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ ഈ ഇയർ ഓഫ് എൻ്റർപ്രൈസസ് ഏകദേശം 4 ലക്ഷത്തിലധികം പുതിയ സംരംഭങ്ങൾ വന്നു. കേരളത്തിൽ 16 ലക്ഷത്തോളം സംരംഭങ്ങൾ രജിസ്റ്റർ ചെയ്തത് ഇപ്പോൾ ഉണ്ട്. അതിൽ ഞാൻ ഒരു 1000 സംരംഭങ്ങൾ എടുത്തു. മിഷൻ 1000 അവരെ ഹാൻഡ് ഹോൾഡ് കൊടുത്തു, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. 1000 സംരംഭം 100 crore ടേൺ ഓവറുള്ളതാക്കി മാറ്റുന്നു. അപ്പോൾ 1 ലക്ഷം കോടി ടേൺ ഓവറുള്ളതായി. ഇപ്പോൾ ഞങ്ങൾ പുതിയത് വർക്കൗട്ട് ചെയ്തത് മിഷൻ 1 lakh. ചെറിയ സംരംഭം, മിക്കവാറും സ്ത്രീകളായിരിക്കും. കേരളത്തിൻ്റെ പ്രത്യേകത ഉദ്യമ രജിസ്ട്രേഷൻ നിങ്ങൾ നോക്കിയാൽ 47.8% വുമൺ ഓണ്ടർപ്രണേഴ്സാണ്, സ്ത്രീ സംരംഭകരാണ്. അപ്പോൾ അതിലൊരു 1 ലക്ഷം സംരംഭം 50 ലക്ഷത്തിന് മുകളിൽ ടേൺ ഓവറുള്ള നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ട്രാൻസ്പെറൻ്റ് ആയിട്ടായിരിക്കും. അവർക്ക് നമ്മൾ ചില സഹായം കൊടുക്കും.
എല്ലാവർക്കും ഇൻസെൻറ്റീവ് വേണമെന്നില്ല. മാർക്കറ്റ് വർക്കിംഗ് ക്യാപിറ്റലായിരിക്കും പ്രശ്നം. അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റിൻ്റെ ഒരു ഭാഗം നമ്മൾ വഹിക്കുക. അങ്ങനെ 1,00,000 സംരംഭങ്ങൾ നമ്മൾ 1 കോടി ഉള്ളതാക്കി മാറ്റും. ചെറുത്. അപ്പോൾ എത്ര കോടി? 1,00,000 കോടി ടേൺ ഓവറായി. നമ്മുടെ ആഭ്യന്തര സമ്പദ്ഘടനയ്ക്ക് വലിയ മാറ്റമായിരിക്കും. പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നത് എല്ലാം വീട്ടിലും സംരംഭം തുടങ്ങാം. കേരളത്തിൻ്റെ പ്രത്യേകത എന്താ? കേരളത്തിലിപ്പോൾ എല്ലാ വീടും ശരാശരി എടുത്താൽ 3000 സ്ക്വയർ ഫീറ്റ് 2500 ചെറുതുണ്ടോ വലുതുണ്ടോ ആവറേജ്. എത്ര സ്ഥലം ഉപയോഗിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇതൊരു മാതൃകയാണ്. ഒരു സംരംഭം വീടിനകത്ത് വരുന്നു. നേരത്തെ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന് ലൈസൻസ് കിട്ടും. ഇപ്പം നിങ്ങൾക്കൊരു സ്റ്റുഡിയോ ഇടണോ വീടിനകത്ത്? നേരത്തെ പറ്റില്ല. ഇപ്പം ഞങ്ങൾ ചട്ടം മാറ്റി. ഒരു വീടിൻ്റെ 50% സംരംഭങ്ങൾ നടത്താം. ഇത് ക്ലോസ് ആയി കിടക്കുന്നതാണ് ഇത്. നേരത്തെ റെസിഡൻഷ്യൽ ഏരിയയിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അടഞ്ഞെടുക്കും, വാടകയ്ക്ക് കൊടുക്കും. ഇപ്പോൾ 100% നിങ്ങൾക്ക് റെഡ് പറ്റില്ല, പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് പറ്റില്ല, ബാക്കി ഇത് നടത്താം. ശരിക്കും ഒരു ഓഫീസ് സ്പേസ് വേണോ നിർബന്ധമില്ലല്ലോ. വേണ്ട, ഞാൻ ടെക് ട്രാവലീറ്റ് എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 10 വർഷത്തോളം ആവുന്നു. അത് എൻ്റെ പത്തനംതിട്ടയിലുള്ള എൻ്റെ വീടിൻ്റെ അഡ്രസ്സ് ആയിരുന്നു. എൻ്റെ വീട് തന്നെയായിരുന്നു അത്. ഞാൻ അവിടെ തന്നെയായിരുന്നു എൻ്റെ ഓഫീസ്. വേറെ ഇതിലേക്ക് പോകാൻ പറ്റില്ല. അതെ, നമ്മുടെ ലൈസൻസ് കിട്ടില്ല. ഇപ്പം എല്ലാം മാറ്റി നമ്മൾ. ഇപ്പം നമ്മളിവിടെ ഗുജറാത്തിൽ 3600 കോടിയുടെ സെമി കണ്ടക്ടർ കമ്പനി സ്ഥാപിക്കുന്ന അതേ കമ്പനി പെരുമ്പാവൂർ ഗോളി റയോൺസിൻ്റെ പഴയ സ്ഥലത്ത് 600 കോടിയുടെ ഫ്ലെക്സിബിൾ PCB തുടങ്ങും. അപ്പോൾ തുടങ്ങുമ്പോൾ ചെറിയ ചെറിയ വർക്ക് ഇപ്പോൾ ഷിപ്പ് യാർഡിൻ്റെ വിക്രാന്ത് തുടങ്ങുമ്പോൾ 100 MSMEകൾക്ക് വർക്ക് കിട്ടി. അപ്പോൾ അതിന് ചെറിയ കമ്പോണൻറ്റ് നിങ്ങൾക്ക് ആ ചുറ്റോട്ടത്ത് വീടുകൾ ചെയ്യാം. ഹൈലി സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സസ് ഐഡിയലായിരിക്കുന്ന സ്ഥലം എവിടെയാണ്? നമ്മുടെ വീടുകളിലാണ്. ബികോംകാരി, BA-കാരി, BTech-കാരി ഇവർ വെറുതെ ഇരിക്കുക. ശരിക്കും പബ്ലിക് എക്സ്ചക്കറിൽ നിന്ന് അത്രയും പണം മുടക്കിയിട്ട് ഇവർക്ക് സ്കില്ലാക്കിയത്. പക്ഷെ ആ സ്കിൽ നമുക്ക് തിരിച്ച് വീട്ടിലെ കാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എക്കണോമിക്ക് ഒരു സംഭാവന ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഹോം മേക്കേഴ്സ് എന്ന നിലയിൽ ബാക്കിയോ? അപ്പോൾ നമ്മൾ വർക്ക് നിയർ ഹോം, വർക്ക് ഫ്രം ഹോം, വീടിനകത്ത് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല രീതിയിലുള്ള മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇൻക്ലൂസീവായിട്ടാണ് ആ ചെറിയ സംരംഭം. എന്നാൽ അത് മാത്രം പോരാ, വലിയ സംരംഭങ്ങൾ നമുക്ക് വേണം. പിന്നെ ഇപ്പോൾ നോക്കിക്കോളൂ, കേരളത്തിൽ പണ്ട് ആളുകൾ പറയുക ഒന്നും നടക്കുന്നില്ല എന്ന്. ഇപ്പോൾ സോഷ്യൽ മീഡിയ നിങ്ങളൊന്ന് അനാലിസ് ചെയ്തോളൂ. കൊച്ചി നടന്നു, തിരുവനന്തപുരത്തില്ല. തിരുവനന്തപുരത്ത് നടന്നു, കോഴിക്കോടില്ല. കോഴിക്കോട് പറയും കോഴിക്കോട് നടന്നു, കണ്ണൂരില്ല. അപ്പോൾ എല്ലായിടത്തും എന്തൊക്കെ നടക്കുന്നുണ്ട്. ഇൻക്ലൂസീവ്നെസ് ഉണ്ട്. ഞാൻ ഒരു അനന്തപുരം എന്ന് പറഞ്ഞാൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ കേരളത്തിലെ വടക്കേറ്റം ലീഗിൻ്റെ MLA ആണ്. ഒരു ദിവസം ഞാൻ 13 കമ്പനി ഉദ്ഘാടനം ചെയ്തു. സിംഗിൾ ഡേ 7 കമ്പനിക്ക് കല്ലിട്ടു. എന്നുവെച്ചാൽ അവിടെ മുതൽ വയനാട് ഞാൻ എനിക്ക് ഉദ്ഘാടനത്തിന് പോകാൻ പറ്റിയിട്ട് സന്ദർശിച്ചത് 3 കണ്ടെയ്നർ പൊറോട്ട എല്ലാ ദിവസവും വിദേശത്തേക്ക് പോകുന്ന കമ്പനി വയനാടുണ്ട്. അതുപോലെ ഇന്ത്യയിലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള വീക്കിലികൾക്ക് ഉൾപ്പെടെ സോഫ്റ്റ്വെയർ ചെയ്യുന്ന ഒരു IT കമ്പനി വയനാടുണ്ട്. ഞങ്ങൾ ഇടുക്കിയിൽ സ്പൈസ് പ്രോസസ്സിങ്ങിൻ്റെ പാർക്ക് തുടങ്ങുമ്പോൾ ഇടുക്കിക്ക് വല്ലതും വരുമെന്നായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോഴേക്കും കംപ്ലീറ്റ് അലോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിലും നല്ല സാധനങ്ങൾ കേരളത്തിൽ നിന്ന് വിദേശത്തേക്കാണ് പോകുന്നത്. അതെ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് അതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ തന്നെയാണ് ഉണ്ടാക്കി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പോയൊരു കമ്പനി MRI സ്കാനിങ് മെഷീൻ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടാക്കുന്നത് കേരളത്തിൽ. ആരെയും വിശ്വസിക്കും. എന്നിട്ട് അമേരിക്കയിലേക്ക് പോയിട്ട് ബ്രെയിൻ അവിടെ നിന്ന് കൊടുക്കും, സോഫ്റ്റ്വെയർ ലോകം കൊടുക്കും, തിരിച്ചിങ്ങോട്ട് വരും, ഫിലിപ്സ് ആയിട്ടും GE ആയിട്ടും. ഇവിടെയാണ് ആപ്പിളിൻ്റെ കമ്പോണൻ്റ് ഉണ്ടാക്കുന്ന കമ്പനി എറണാകുളത്തുണ്ട്, കളമശ്ശേരിയിൽ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇതാർക്കറിയാം. ഞാൻ പത്രക്കാരോട് പറഞ്ഞു, നിങ്ങളുടെ ഏറ്റവും കുറവ് ഈ നമ്മുടെ സ്റ്റാർട്ടപ്പ് വില്ലേജ് ഒന്ന് സന്ദർശിക്കുക, മേക്കർ വില്ലേജ് ഒന്ന് സന്ദർശിക്കുക. അപ്പോൾ നമ്മൾ അത്ഭുത ലോകത്തിലേക്കാണ് കിടക്കുന്നത്. പക്ഷെ ഇത് വിസിബിൾ ആക്കുന്നില്ല. ഇതാണ് നമ്മുടെ ഒരു കുറേ ആളുകൾക്ക് മനസ്സിലായി. യെസ്, കേരളത്തിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ മറ്റ് സ്റ്റേറ്റിൽ പോയി നോക്കുള്ളൂ. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൻ്റെ ദുബായിൽ ഷോ ഉണ്ടായില്ലേ, എല്ലാ ഇൻഡസ്ട്രിയലിസ്റ്റുകളും കേരളത്തിലെ മാറ്റത്തെ പുകഴ്ത്തല്ലേ ചെയ്ത്. അപ്പോൾ അവർക്കുണ്ട്, അവർ അനുഭവിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നല്ല മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കേരളം പല കാര്യത്തിലും മുൻപന്തിയിലാണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നൊരു കാര്യം. ഞാൻ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറീസും എൻ്റെ കുടുംബത്തോടൊപ്പം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു 8 മാസം നീണ്ടു നിന്നൊരു യാത്രയായിരുന്നു. അപ്പോൾ അതിൽ പല അനുഭവങ്ങളും പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ശരിക്കും എടുത്തു പറയാൻ പറ്റും, കേരളം പല കാര്യത്തിലും മുൻപന്തിയിലാണ് എന്നുള്ളത്, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലും മറ്റു പല കാര്യത്തിലും. അപ്പോൾ ഇത്രയും മുൻപന്തിയിലായ കേരളത്തിൽ കഴിഞ്ഞൊരു 5 വർഷത്തിനിടയ്ക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് വർഗീയതയാണ്. ആ ഒരു കാര്യത്തെപ്പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം? അത് നമ്മുടെ ഒരു പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കത്തില്ലേ? അല്ല, അത് എല്ലാ മേഖലയും ബാധിക്കും. പ്രൊഡക്ടിവിറ്റി മാത്രമല്ല, സമൂഹത്തിൻ്റെ മൊത്തം ബാധിക്കും. കേരളം മറ്റ് സ്റ്റേറ്റുകളേക്കുള്ള ഭേദമാണ്.
പക്ഷെ നമുക്കും ഇത്തരത്തിലുള്ള വിഭജനം ശക്തിപ്പെടുന്നു. നമ്മൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിനകത്ത് ഇത്തരം മതചിന്തകൾ കൂടുന്നു. ഇപ്പോൾ തന്നെ കണ്ടല്ലോ, ഒരു കന്യാസ്ത്രീ പ്രൊഫൈലിലല്ലേ മുഖ്യമന്ത്രി ഇറങ്ങുമ്പോൾ ബോംബെറിഞ്ഞ് കൊല്ലണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കന്യാസ്ത്രീ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സുണ്ടായ ചിന്ത എന്താ? അതുപോലെ തന്നെ ഈ എല്ലാ ഒരു വശത്ത് RSSൻ്റെ പ്രചരണം, മറുവശത്ത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, എല്ലാ മതത്തിനകത്തും ഫണ്ടമെൻ്റൽ ചിന്തകൾ ശക്തിപ്പെടുന്നു, വർഗീയ ചിന്തകൾ ശക്തിപ്പെടുന്നു. പുതിയ തലമുറയിൽ പക്ഷെ രണ്ട് ഭാഗങ്ങളുണ്ട്. ചില പുതിയ തലമുറ കുറെ കൂടി റീസണബിളായിട്ട് ചിന്തിക്കുന്നുണ്ട്. ജൻസി എന്നൊക്കെ പറയുന്ന നമ്മുടെ വിഭാഗങ്ങൾ കുറെ കൂടി റീസണബിളും ലോജിക്കലാണ്. അവരിപ്പോൾ ചിലരുടെ എല്ലാം പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നു. വളരെ യുക്തിബദ്ധമായിട്ടാണ് നമ്മുടെ കുട്ടികൾ പ്രതികരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ചേഞ്ച് ഒരു വിഭാഗത്തിലുണ്ടെങ്കിലും ഇപ്പം വളർന്നു വരുന്ന പുതിയ തലമുറ കുറെ കൂടി ലോജിക്കലാണ്. അവർ കുറെ കൂടി സെക്കുലറാണ്. അവരവരുടെ മതത്തിനകത്ത് തന്നെ തളച്ചിടാൻ ആഗ്രഹിക്കപ്പെടാത്തൊരു വിഭാഗമുണ്ട്. നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന അത്രയും അപകടം അതിനകത്ത് വരുന്നില്ല. എന്നാൽ ഈ പറഞ്ഞ പോലെ പ്രായമായ ആളുകൾ, റിട്ടയർ ചെയ്ത ആളുകൾ, ഇവരല്ല നമ്മളിപ്പോൾ വളരെ ഉയർന്ന ആളുകൾ, അയ്യോ ഇവരായിരുന്നു നേരത്തെ മറ്റേ കുപ്പായ കിട്ടി ഇരുന്നത് നമുക്ക് ചിന്തിക്കും. ഏതിനകത്തായി പോലും മനസ്സിലായി പോലും അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പുരോഗമന ഉള്ളടക്കം നിലനിർത്തി പോകാൻ നമുക്ക് കഴിയും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തിങ്സ് വിൽ ചേഞ്ച്. ഒരു കാര്യം കൂടെ ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. വീണ്ടും ഒരു തുടർ ഭരണം LDFന് വരികയാണെന്നുണ്ടെങ്കിൽ, താങ്കൾക്ക് ഇതേ വകുപ്പ് തന്നെ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അല്ല, ഒരു കാര്യം ഞാൻ പറയാം, ആര് വരുന്നു എന്നുള്ളതല്ല. ഇപ്പോൾ ഞാൻ മത്സരിക്കുമോ, ഞാൻ മന്ത്രിയാകുമോ, അതെല്ലാം പാർട്ടി മുന്നോട്ട് തീരുമാനമാണ്. പക്ഷെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാകണം. ഇപ്പോൾ കേരളം ഇങ്ങനെ മാറാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ തുടങ്ങുമ്പോൾ 28ാം സ്ഥാനത്താണ് റാങ്കിങ്. പക്ഷേ അത് ആ നേരത്തെ ഗവൺമെൻറ് കുറേ കാര്യങ്ങൾ വരുത്തിയത് അതിൻ്റെ ഗുണം കിട്ടാൻ തുടങ്ങിയത് ഇപ്പോൾ വന്നപ്പോൾ ഈ കണ്ടിന്യൂറ്റിയാണ്. ഞങ്ങൾ അതിൽ നിന്ന് കുറേ കൂടി പിന്നെ ഇത് വരുത്തിയിട്ട് എന്തുകൊണ്ട് വന്നില്ല? ഞങ്ങൾ സംരംഭകരിലേക്ക് പോയി, അവിടുന്ന് പഠിച്ചു, മാറ്റം വരുത്തി. ഇപ്പോൾ വന്നിട്ടുള്ള ഈ 5 വർഷത്തെ 10 വർഷത്തെ തുടർച്ചയായ മാറ്റം ഉണ്ടല്ലോ, ഇതിൻ്റെ ശരിയായ വിള നമുക്ക് കൊയ്യാൻ കഴിയണമെങ്കിൽ കണ്ടിന്യൂറ്റി ഉണ്ടാവണം. അതിന് മസ്റ്റായിട്ട് ഇടതുപക്ഷം വന്നവർ ഞാൻ പറയുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ ഓഫീസിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അറിയാം ഇനി എത്ര ദിവസമുണ്ട്, എത്ര മണിക്കൂറുണ്ട്, എത്ര മിനിറ്റ് ഉണ്ട്, എത്ര സെക്കൻഡ് കൗണ്ട് ഡൗൺ ഞാൻ മന്ത്രിയായി അന്ന് പോലും വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് എനിക്കൊരു ആക്ഷൻ പ്ലാൻ, റോഡ് മാപ്പ് ഉണ്ടായിരുന്നു. അത് എനിക്ക് മാത്രമല്ല, എൻ്റെ ഓഫീസേഴ്സിനെല്ലാം ഉണ്ട്. ആദ്യത്തെ മാസം ഞങ്ങൾ അന്ന് ഫസ്റ്റ് മാസത്തിൽ കൂടിയപ്പോൾ ചില ഇൻവെസ്റ്റ് സമ്മിറ്റ് വന്നു. ഞാൻ പറഞ്ഞൊരു 3 വർഷം കഴിഞ്ഞിട്ട് മതി. ഇൻവെസ്റ്റ് സമ്മിറ്റ് ഇന്ന് തുടങ്ങണം നമ്മൾ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ ഇവൻറ്റ്, ഇറ്റ് ഈസ് എ പ്രോസസ്. അതിൻ്റെ ഒരു ഘട്ടം മാത്രമായിരിക്കും സമ്മിറ്റ്. അപ്പോൾ അത് പോയി. ഇപ്പോൾ നമ്മൾ ഡാഷ്ബോർഡ് വെച്ചിട്ട് എല്ലാ വെഡ്നസ്ഡേയും ഞങ്ങളുടെ മീറ്റിംഗ് ഉണ്ട്. ഇന്ന് എത്ര വന്നു, പ്രോഗ്രസ് വന്നു, അതിനിപ്പുറത്ത് ചിത്രങ്ങളുണ്ടാവും. ഓഫീസേഴ്സ് പോയിട്ട് അവർ വെച്ച് ചിത്രം, ഇപ്പുറത്ത് അവരുടെ കോൺവെർസേഷൻ ഉണ്ടാവും, എന്താണ് പ്രശ്നം, ഇനി മറ്റൊരു ഫീഡ്ബാക്ക് ഉണ്ടാവും. ഇത് വെച്ചിട്ട് ഞങ്ങളിരിക്കും. അതെന്ത് ചെയ്യും, ഇതിപ്പോൾ എന്ത് പറ്റും, ഇതെങ്ങനെ പറ്റും, ഏത് വകുപ്പ് വേണം, അതിന് അന്ന് വിളിക്കണോ, അപ്പോൾ തന്നെ ഞങ്ങൾ മറ്റ് സെക്രട്ടറിമാരായിട്ട് വിളിക്കും. ഇനി CM ലെവലിൽ വേണോ, CM ലെവലിൽ വിളിക്കും. അങ്ങനെ ഒരു 101 ഇപ്പോൾ കല്ലിട്ടല്ലോ. ഇത് പോയാൽ ഞാൻ പറഞ്ഞു 2027 ഇൻവെസ്റ്റ് സമ്മിറ്റ് എടുത്തു. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഞങ്ങളുടെ വകുപ്പിൻ്റെ 31 വിഷൻ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. 2031 വിഷൻ എങ്ങനെ കേരളത്തെ മാറ്റും. അതിലിപ്പോൾ ഇവിടെ കോട്ടയം ഒരു ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പാണ്. വിഴിഞ്ഞത്തിൻ്റെ പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് ഓട്ടോമോട്ടീവ് കോൺക്ലേവ്, മാനുഫാക്ചറിങ് ക്ലസ്റ്റർ, അതുപോലെ തൃശ്ശൂർ റോബോട്ടിക്കിൻ്റെത്, കണ്ണൂർ, കോഴിക്കോട്, ഓരോ ജില്ലയിലും എന്തൊക്കെ വരുന്നു അതിൻ്റെ വിഷ്വലൈസേഷൻ ഞങ്ങളുടെ VR AR പ്രസൻറ്റേഷൻ വരെയുണ്ട്. അതിപ്പോൾ പബ്ലിക് ഡൊമൈൻ ലഭ്യമാണ്. അപ്പോൾ അങ്ങനെ വന്നാൽ 5 കൊല്ലം കൂടി കഴിഞ്ഞാൽ കേരളം ലോകത്തിൻ്റെ നോളേജ് ഇൻഡസ്ട്രിയുടെ ഒരു ഡെസ്റ്റിനേഷനായി മാറും. ESG പോളിസി നമ്മൾ അംഗീകരിച്ച്, എൻവയോൺമെൻറ്റ് സോഷ്യൽ ഗവേണൻസ്. ഇപ്പോൾ ലോകത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ പോണത് അതിൻ്റെ പ്രധാന കേന്ദ്രവും. ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ 200 നമ്മളിവിടെ തുടങ്ങും. പിന്നെ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ പൂർണ്ണമായിട്ടും ജോലി ചെയ്യാൻ കഴിയും. പിന്നെ നമ്മൾ ഈ റിസർച്ച് കേന്ദ്രീകരിച്ചുള്ള പുതിയ തലമുറയുടെ ഇപ്പോൾ ഗ്രഫീൻ നമ്മൾ തുടങ്ങി. നമ്മൾ ന്യൂട്രോസ്യൂട്ടിക്കൽ സെൻറ്റർ ഓഫ് എക്സലൻസ് വന്നു. സെൻറ്റർ ഓഫ് എക്സലൻസ് ഓൺ സിന്തറ്റിക് ബയോളജി ഇവിടെ വന്നു. അതുപോലെ നമ്മുടെ വൈറോളജി ഇൻ്റർനാഷണൽ ലാബ് അവിടെ വന്നു. ഇങ്ങനെയൊക്കെ വരുന്ന പുതിയ ഫുഡ് ഇതിനകത്ത് വരുന്ന സപ്ലിമെൻറ്റ്, ഇപ്പോൾ പല സപ്ലിമെൻറ്റ് ഇവിടെ നിന്ന് പോകുന്നുണ്ട്, ലോകത്തിലേക്ക് തന്നെ പലതും പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേരളത്തിൻ്റെ ആ മേഖലയിലെ വ്യവസായം ഇപ്പോൾ നോളജ് ഇൻഡസ്ട്രിയുടെയും ഒരു ഹബ്ബായി
കേരളത്തെ മാറ്റാൻ നമുക്ക് കഴിയും. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർ വേറെങ്ങും പോകേണ്ടതില്ല, ഇവിടെ തന്നെ അവർക്ക് ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കുക. ഇതാണ് നമ്മുടെ പെർസ്പെക്റ്റീവ്. ശരിക്കും തുടർഭരണം എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥിരതയെ കാണിക്കുകയും ആ ഗവൺമെൻറ്റിൻ്റെ സ്ഥിരത എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ആളുകൾക്ക് ആ ഒരു സംസ്ഥാനത്തോടോ അല്ലെ രാജ്യത്തോടോ ഉള്ളൊരു വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം, പോളിസീസ് പെട്ടെന്ന് മാറില്ല എന്നുള്ള ഒരു വിശ്വാസം കൂടെ കൊടുക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആണ്. അതെ, കേരളത്തിൻ്റെ പ്രത്യേകത നമ്മളിപ്പോൾ ഞാൻ പറയും എല്ലാം ഓൺലൈനിലാണ്. ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ പോലും ആരും വരണ്ട. ഇപ്പോൾ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഉള്ള പ്രശ്നമായിരുന്നു ഈ ഇൻഡസ്ട്രിയൽ പാർക്കുകളുടെ സ്ഥലം കിട്ടുക, അതിൻ്റെ തർക്കം. ഇപ്പോൾ ഒന്നും വേണ്ട, നിങ്ങൾ ഓൺലൈനിൽ കയറിയാൽ മതി, മന്ത്രിയുടെ ഓഫീസിൽ വരണ്ട. നിങ്ങൾക്ക് ട്രാൻസ്പെറൻ്റ് ആണ്. ഒരാളിന്ന് മാറണോ 25,000 അടച്ചാൽ മതി, ആക്ടിവിറ്റി മാറണോ 10,000 അടച്ചാൽ മതി, എല്ലാം ഇപ്പോൾ ഓൺലൈനാക്കി കഴിഞ്ഞു. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആണ്, ഹിഡൻ കോസ്റ്റ് ഇല്ല. നമുക്ക് ഈ തുടർച്ച ശരിക്കും കേരളത്തിൻ്റെ കുതിച്ചാട്ടത്തിന് ഒരു ഒഴിവാക്കാനാവാത്ത ഒരു മുന്നുപാധിയാണ്. ഓക്കെ, ഞാനൊരു കേരളത്തിലെ ഒരു പ്രമുഖ ഒരു ബിസിനസ്സുകാരനുമായിട്ട് ഒരു സംസാരത്തിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് എന്നോട്. കേരളത്തിൽ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ലോകത്ത് എവിടെയും ബിസിനസ് ചെയ്യാനുള്ള ധൈര്യം കിട്ടും എന്നുള്ളത്. അപ്പോൾ അത് പല ബിസിനസ്സുകാരും പറയുന്നൊരു കാര്യം കൂടിയാണ്. കാരണം അത്ര വെല്ലുവിളികൾ നിറഞ്ഞ ഒരു മാർക്കറ്റാണല്ലോ കേരളം, പല കാര്യത്തിലും, കൺസ്യൂമറിൻ്റെ കാര്യത്തിലാണെങ്കിലും പല സംഭവത്തിലും. അപ്പോൾ അത്തരത്തിൽ പല ധൈര്യവും പല ആളുകൾക്കും കിട്ടുന്നുണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് യുവർ വാല്യുബിൾ ടൈം വിത്ത് മീ. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ് ഫോർ എവറിത്തിങ്. താങ്ക് യു.